കടകം വീശി നിലമാറി കുതിച്ചുയർന്ന് എന്താ പണത് രാവിലെ തന്നെ? ഒന്നുമില്ല, ചാമുണ്ടിക്കാവില് തീയാട്ടം ഇന്നലെ. ഉടുക്കൂട്ടി പാടാൻ പണനും പോയിരുന്നു. തിരിച്ചു വരുമ്പോ ഇതിലെ ഒന്ന് പുത്തൂരം വീടിന്റെ പടിക്ക കൂടി പോകുമ്പോ നിങ്ങളൊന്ന് കേറാതെ വയ്യല്ലോ പാണനെ. ആർച്ച അന്വേഷിക്കുന്നുണ്ടായിരുന്നു പാണനെ. താരി തെറ്റിച്ച് പുറവിന് പകരം ഉളവ് വെട്ടുമ്പോ പറഞ്ഞു വെട്ടണ്ടേ മച്ചന്? വെട്ട് കാണാനുള്ള കഴിവുണ്ടെങ്കില് പറയാണ്ടേ അറിയാം. അതേ, ഒഴികഴിവ് പറഞ്ഞിട്ടല്ല കളരിയിൽ ജയിക്കേണ്ടത്. കുറച്ചായി ഞാൻ ശ്രദ്ധിക്കണു. കള്ളക്കോല് നീട്ടാനാ നിനക്ക് കൂടുതൽ താല്പര്യം. തെറ്റ്. മെയ്യ് കണ്ണാവാനാ പഠിക്കേണ്ടത്. കള്ളക്കോല് പഠിച്ചാല് വേഗം ചേകോരാവാന്ന ചന്തുമൂപ്പരുടെ വാദം. ഒരു മലയനുണ്ട് മനസ്സില്, കുട്ടിക്കാലം മുതലേ കൊണ്ടു നടക്കുന്ന ഒരു മലയൻ. മലയനോട് മച്ചുനന്റെ അച്ഛൻ തൊടുത്തു തോറ്റത് അയാളുടെ കള്ളക്കോലുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. മച്ചുനന്റെ അച്ഛന് പഠിപ്പ് തികയാത്തതിന്റെ ദോഷം. പുത്തൂരം കളരിയിൽ അഭ്യാസം പഠിക്കുന്നത് കള്ളക്കോല് നീട്ടാനല്ല, അതിനുണ്ടാവും വേറെ സ്ഥലങ്ങള് ഉണ്ടല്ലോ. കോലത്തിന് നാട്ടിലുണ്ടൊരാള് ആനയെ മയക്കണ അരിങ്ങോടര്. ചന്തുവാങ്ങളൊക്കെ നല്ല ഉപദേശാ കൊടുക്കണത് കുഞ്ഞാമർ. പുത്തൂരം വീട്ടിലെ ആശ്രിതനും ശിഷ്യരിൽ മുമ്പിനുമാണെന്ന് വെച്ച് എന്നോട് വേണ്ട എന്റെ മുള്ളും കൊമ്പും വെച്ച വാക്കുകള്. ആണല്ലോ, ആശ്രിതനാണല്ലോ. മിക്കെന്നും ഇവിടത്തെ കണ്ണപ്പ ചേകവരുടെ ശിഷ്യത്വവും ആശ്രയവും മതി. അതുകൊണ്ടാണല്ലോ വേണ്ടപ്പോ വേണ്ടത് ഈ കുഞ്ഞാമർ പറഞ്ഞു തരുന്നത്. കള്ളക്കോല് നീട്ടാനുള്ള ചന്തുനാരുടെ വാസന കാണുമ്പോ ഇതല്ലാണ്ട് എന്താ കുഞ്ഞാമർ പറഞ്ഞു തരിക? മതി, ചെല്ല്. നീ ശ്രദ്ധിച്ചാ മതി. എന്റെ ഒരേ ഒരു മരുമകനാ നീ. നീ എന്താ നോക്കി നിൽക്കണത്? ഉരുവടിയിൽ നീ ഉണ്ടല്ലോ അടവുകൾ ബാക്കി. ശരിയാ. കുഞ്ഞാമരോട് ഇനി പ്രത്യേകം പറയണം. ശരി. പാണരോ? ഉർമിയുടെ ഒച്ചയും താളം കേട്ടപ്പോ പാണം തീർച്ചയാക്കി ഉണ്ണിയമ്മകത്തുണ്ടെന്ന്. ഉണ്ണിയമ്മയുടെ ഉർമി വീശലിന്റെ ഭഗവതി തോറ്റത്തിന്റെ ഈണണ്ടേ. ദേവ്യേ അമ്മേ. മുഖസ്തുതി വേണ്ട പാണരെ. നാളെ ഇവരൊക്കെ പറയും പാണം കെട്ടുന്ന പാട്ടുകളൊക്കെ പച്ച നുണയാണെന്ന്. ചന്തു ചേകോനെ പറ്റിയും കേട്ടു പാണം ചിലത്. എന്ത് കേട്ടു? വടകരയിലും ഇളവന്നൂരും മാത്രമല്ല, വയനാട്ടിലും കേട്ടു ചന്തു ചേകോന്റെ വീരസ്യങ്ങളെ കുറിച്ചുള്ള കഥകള്. എന്നാ പറയേ കേട്ടത്. ഉണ്ണിയമ്മ നിൽക്കുമ്പോ പറയാൻ നന്നല്ല. കേക്കും, പല നുണകളും കേക്കും താൻ. എന്നിട്ടതൊക്കെ നാട് നീളെ പാടി നടക്കും. അതാണല്ലോ പാണന് പണി. പാണര് പറഞ്ഞതിന് കത്തി നീട്ടണോ ചന്തുവാങ്ങളെ? വരും പാണരെ. പാണർക്കുള്ള മുണ്ടും നെല്ലും ഞാൻ രാവിലെ എടുത്തു വെച്ചിരിക്കണു. കഥ പറയാം, നെഞ്ചുടുക്കും കൊട്ടി ഞാൻ പാടാം. നാവിൽ നിന്ന് നാടറിഞ്ഞ നല്ല പാട്ടുകൾ, പാണന്റെ പാട്ടുകൾ. കരളുരുകും കഥ പറയാം, നെഞ്ചുടുക്കും കൊട്ടി ഞാൻ പാടാം. നാവിൽ നിന്ന് നാടറിഞ്ഞ നല്ല പാട്ടുകൾ, പാണന്റെ പാട്ടുകൾ. മലനാട് പുകൾ പാടും പുത്തൂരം തറവാട്, മലനാട് പുകൾ പാടും പുത്തൂരം തറവാട്.
വീരഗാഥകൾ മണ്ണിൽ കുരുത്തു വന്ന സത്യകഥകൾ കവിതകൾ പെണ്ണായൊരുണ്ണിയാർച്ച തന്റെ വീരഗാഥകൾ പാടൂ 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 കരളുരുകും കഥ പറയാം നെഞ്ചുടുക്കും കൊട്ടി ഞാൻ പാടാം നാവിൽ നിന്ന് നാടറിഞ്ഞ നല്ല പാട്ടുകൾ പാണന്റെ പാട്ടുകൾ മലനാട് പുകൾ പാടും പുത്തൂരം തറവാട് മലനാട് പുകൾ പാടും പുത്തൂരം തറവാട് പുത്തൂരമെന്ന തറവാട്ടിൽ കളിവിളക്കുകൾ കാലം കെടാതെ കാത്തുവെച്ച കനകരേഖകൾ പുത്തൂരമെന്ന തറവാട്ടിൽ കളിവിളക്കുകൾ കാലം കെടാതെ കാത്തുവെച്ച കനകരേഖകൾ പാടൂ 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 കരളുരുകും കഥ പറയാം നെഞ്ചുടുക്കും കൊട്ടി ഞാൻ പാടാം നാവിൽ നിന്ന് നാടറിഞ്ഞ നല്ല പാട്ടുകൾ പാടന്റെ പാട്ടുകൾ കരളുരുകും കഥ പറയാം നെഞ്ചുടുക്കും കൊട്ടി ഞാൻ പാടാം നാവിൽ നിന്ന് നാടറിഞ്ഞ നല്ല പാട്ടുകൾ പാണന്റെ പാട്ടുകൾ മലനാട് പുകൾ പാടും പുത്തൂരം തറവാട് മലനാട് പുകൾ പാടും പുത്തൂരം തറവാട് മലനാട് പുകൾ പാടും പുത്തൂരം തറവാട് ആലിക്കുട്ടി വന്നിട്ടുണ്ട്. ആലിക്കുട്ടി വരും. എന്തൊക്കെയുണ്ട് നാഗപുരത്തെ വിശേഷങ്ങള്? വിശേഷം മോശാണെന്ന് പറയാനാ ആലിക്കുട്ടി വന്നിരിക്കണ. ഞാൻ നാഗപുരത്തുനിന്നും കേട്ടു. ചിന്നപ്പച്ചട്ടി മുതലാളിന്റെ വാണിഭം പൊളിഞ്ഞു. കഷ്ടായി. അതെ, കഷ്ടായി. ഞമ്മള് പറഞ്ഞ് ഇവിടെ വന്ന് കാര്യം പറഞ്ഞ വഴി ഉണ്ടാവുന്നു. പൊന്നിന്റെ കനം കൊണ്ട് കപ്പല് കടലിൽ താണ് പോയതാ വലിയ ചേകോരെ എന്ന് നിന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, പക്ഷെ പറയുന്ന കുഞ്ഞാമർക്ക് തോന്നുകയാണ്. കടലിൽ താന്നൂന്ന് വെച്ചാലും പാറയെ തട്ടി തകർന്നെന്ന് വെച്ചാലും ചെട്ടി മുതലാളി ആകെ വിഷമത്തിലായി. അതുകൊണ്ടല്ലേ ആലിക്കുട്ടി കാശ് കടം ചോദിക്കാൻ പുത്തൂരം വീട്ടിലേക്ക് വന്നിരിക്കണേ. ഇല്ലെങ്കിൽ ഈ സമയത്ത് മാപ്പിള പാട്ടൊക്കെ പാടി തടകി നിരത്ത് മണക്കണ. ആലിക്കുട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആലിക്കുട്ടി പറയും. കടായിട്ട് എന്തെങ്കിലും ചോദിക്കാനാ മുതലാളി പറഞ്ഞത്. മുതലാളി തന്നെ വരികയായിരുന്നു. തീനായിട്ട് കിടപ്പായതുകൊണ്ട്. ചെട്ടി വന്നില്ല എന്ന് വെച്ച് ഇവിടെ പരിഭവമൊന്നുമില്ല. ആലിക്കുട്ടിയായിട്ട് പുത്തൂരം വീടുള്ള ബന്ധം നോന്നലയോ തുടങ്ങിയതല്ലോ. ഇതാ വേണ്ടത് ആലോമലേ. ഇങ്ങനൊരവസ്ഥയിൽ ചിന്നപ്പച്ചട്ടിയെ സഹായിക്കേണ്ട കടമുണ്ട് നമുക്ക്. 10,000 പൊൻപണം കൊടുക്കാം പലിശയ്ക്ക്. മതിയോ? മതിയാവും. തരുന്ന കാശിന് പണയം തരാനും മുതലാളി ഒരുക്ക. ചെട്ടിക്കൊരു സങ്കടം വരുമ്പോ പണയം വാങ്ങണത് ഉചിതല്ല. ചിങ്ങത്തിൽ കൃത്യമായിട്ട് പലിശ എത്തിക്കട്ടെ. പലിശ പിരിക്കാൻ കുഞ്ഞാമർ പോയിക്കോളാം. അത് വേണ്ട. ചെട്ടിക്ക് പുത്തൂരം വീട്ടിലേക്കുള്ള വഴി അറിയും. അതെ അതെ, പലിശ പിരിക്കാൻ പുത്തൂരം വീട്ടുകാർ അങ്ങോട്ട് പോവേ. മോശം മോശം. കുടിക്കും. ചന്തു അങ്ങനെ എന്താ ഈ നേരത്തെ എന്റെ അറിയില്ലേ? ആർച്ചേ, എന്നോട് എപ്പോഴും ഇങ്ങനെ മോഹം കറുപ്പിച്ച് പറയണേ എന്തിനാ? 7ാം വയസ്സില് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ മുറച്ചക്കനല്ല ഞാൻ. ഓ, ആ അധികാരം വെച്ചും കൊണ്ടാണോ ഇപ്പൊ ഞാൻ ഈറ മാറണ നേരത്തെ കടന്നു വന്നിരിക്കണേ? ഇതാ പറയണ. ആർച്ചക്ക് എന്നോട് എപ്പോഴും ദേഷ്യാണെന്ന്. ആർച്ചേ, എന്നായാലും നമ്മൾ ഒന്നാവേണ്ടവരല്ലേ? അതിനും കൂടെ വേണ്ടിയിട്ടല്ലേ കണ്ണപ്പനമാവൻ എന്നെ ഇളന്തളർ മടത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞു അച്ഛൻ? പിന്നെ പറയാണ്ടേ. ആർച്ചേ, ഊണിലും ഉറക്കത്തിലും ഈ മുഖം എന്റെ മനസ്സില്, ഈ ഉടല എന്റെ നെഞ്ചിനകത്ത്. ആർച്ചേ, മാറി നിക്ക്. എന്താ ഉണ്ണിയമ്മേ? മൂലാചാരത്തിന്റെ പേരും പറഞ്ഞു വന്നിരിക്കണു. ഓം ഹ്രീം ഭദ്രായ സ്വാഹ. ഓം ഹ്രീം ഭദ്രായ സ്വാഹ. ഓം ഹ്രീം ഭദ്രായ സ്വാഹ.
ആരോമലേ, എന്താ മച്ചന? കളിപ്പറമ്പിന്റെയും കാറപ്പറമ്പിന്റെയും കളിപ്പറമ്പിലെ കളരുടെ അവകാശം നിക്ക് തരാന്ന് പറഞ്ഞു അമ്മാവൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഉണ്ണിയാർച്ചയ്ക്ക് കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്, അച്ഛനും ഞാനും. പുത്തൂരം വീട്ടിന്ന് അപ്പൊ നിക്കൊരു അവകാശം ഇല്ലെന്നോ? 1001 അച്ചാരവും 1001 പൊന്നും തിലാൻ തൂക്കി പാത്രങ്ങളും മറ്റവകാശങ്ങളും കൊടുത്തിട്ടാണ് നേർപങ്ങളെ ഇളന്തളർ മഠത്തിലേക്ക് ഇറക്കി അയച്ചതെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ എന്തിനാ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് ഓരോന്ന് മോഹിപ്പിക്കണതാവും? അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു അനാഥനെ വളർത്തി വലുതാക്കി എന്നുള്ളത് നേര്, അടവും പയറ്റും പഠിപ്പിച്ചു എന്നുള്ളത് നേര്. അതിന്റെ കൂടെ കുന്നോളം മോഹം മനസ്സിൽ കൂട്ടിവെക്കാനും പറഞ്ഞിട്ടുണ്ടാവില്ല അച്ഛൻ, ഉണ്ടോ? ആർച്ചേ, അഭ്യാസ കാഴ്ചയാണ് മണ്ഡലം 1 പറഞ്ഞില്ലേ അമ്മാവൻ? പറഞ്ഞു. അങ്ങനെ ചന്തുവും ചേകവനാവാൻ പോവാണ്. നാടുവാഴിയും ദേശവാഴിയും വരും. നാട്ടുമുഖ്യസ്ഥന്മാരുടെയും നാടുവാഴിയുടെ മുമ്പില് ഈ ചന്തുവിന്റെ അഭ്യാസത്വവും തെളിയിക്കും. തെളിയിക്കേണ്ടി വരും. ചേകവർസ്ഥാനം കിട്ടണമെങ്കിൽ അഭ്യാസ കാഴ്ച വേണല്ലോ. അതിനിടയിൽ പക്ഷേ ചന്തുവാങ്ങളുടെ കള്ളക്കോലും ഉണ്ടാവും അല്ലേ? കള്ളക്കൊല്ല് നെന്താങ്ങളെ മോശക്കാരനല്ല. എന്റെ നേരാങ്ങളെ കുറിച്ച് അത് മാത്രം ആരും വിശ്വസിക്കില്ല. ചന്തുവാങ്ങൾ എത്ര നുണ പറഞ്ഞാലും. അതിരിക്കട്ടെ, അഭ്യാസ കാഴ്ച കഴിഞ്ഞാല് ചന്തുവാങ്ങളെ ഇളന്തളർ മഠത്തിലേക്ക് പോവാണെന്ന് കേട്ടു. ആര് ചൊല്ലി? ചൊല്ലിയത് ആരോ ആവട്ടെ, കാര്യം നേരാണോ? അങ്ങനൊരു ആലോചന മനസ്സിൽ വരാണ്ടില്ല. പക്ഷേ അത് ഞാൻ മുളയിലേ നുള്ളിക്കളഞ്ഞു. പോകുന്നെങ്കില് ആർച്ചയും കൊണ്ടേ പോകുന്നു നിശ്ചയിച്ചു. ആ മൊഴിയും കേട്ടൂന്ന് പറഞ്ഞു. ആ ആർച്ച ഏതാർച്ച? മികവിൽ മികച്ചേരിയിലെ തുമ്പോലാർച്ച. എന്റെ മനസ്സില് ഒരൊറ്റ ആർച്ചയുള്ളൂ, ഞാൻ താലി കെട്ടിയ ഈ ആർച്ച. അത് വെറും നൂലാചാരം, എപ്പോ വേണമെങ്കിലും മുറിച്ചു കളയാവുന്ന പഴയ ഒരു അന്ധവിശ്വാസം എന്നൊക്കെയല്ലേ തുമ്പോലാർച്ചയോട് പറഞ്ഞത്. പാവം, അതും വിശ്വസിച്ചിരിക്കണാവോ അവള്. നമ്മളും പോവില്ലേ ഉണ്ണിയമ്മേ അഭ്യാസ കാഴ്ച കാണാൻ? പിന്നെ പോവാതെ. അഭ്യാസ കാഴ്ച അംഗമാക്കാമെന്ന് കരുതിയോ നിങ്ങള്? എന്തിനാ നിർത്തിച്ചത് കണ്ണപ്പ? അഭ്യാസ കാഴ്ചയ്ക്ക് അംഗത്തിന്റെ അലങ്കാരം വരികയായിരുന്നല്ലോ. ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ തമ്പുരാനെ. അംഗം കുറിച്ച് തട്ടിൽ കയറിയവരല്ലോ ഇവര്. അതും ഉചിതം. കേട്ടതൊക്കെ നേരാണെന്ന് ബോധ്യായി. ആരാ കേമെന്ന് നിശ്ചയിക്കാൻ പ്രയാസം. അടവും ചുവടും മരുമകന് കൂടും. അഴകും നിലയും ചിട്ടയും മകനും. രണ്ടാളെയും വിളിക്കണപ്പാ. രണ്ടാൾക്കും ചേകവർസ്ഥാനം കൽപ്പിച്ചു തരണു. ആരോമൽ ചേകവർ, ചന്തു ചേകവർ. രണ്ടാളും ഒരുമിച്ച് നിന്നാല് ഏത് ശത്രുവേയും ജയിക്കാം. നമുക്കും അത് അഭിമാനം തന്നെ. തെക്കൻ തുളുനാടൻ അടവുകളും കൂടി ഗ്രഹിക്കാനുണ്ട് രണ്ടാളും. പുത്തൂരം വീട്ടിലിപ്പോ ചേകവന്മാർ 3 പേരും പ്രശസ്തിയും പണവും നേടാൻ ധാരാളമായി. നാടുവാഴി തമ്പുരാനോട് എനിക്കൊന്ന് ഉണർത്തിക്കാനുണ്ടച്ചാ. മകളാണ് ഉണ്ണിയാർച്ച. എന്താ പറയാനുള്ളത്? പുത്തൂരം വീട്ടില് 3 ചേകോമാര്. പിന്നെ
അടവും പയറ്റും പഠിച്ച ഒരാളും കൂടി ഉണ്ട്. ആര്? ഞാൻ തന്നെ. അടവറിയാന്ന് വെച്ച് പെൺകിടാങ്ങൾക്ക് ചേകോർസ്ഥാനം കൊടുക്കാറുണ്ടോ? പരീക്ഷിച്ചറിഞ്ഞിട്ട് മതി. പെണ്ണാണെന്ന് വെച്ച് സ്ഥാനം നിഷേധിക്കുന്നത് ഉചിതാണോ തമ്പുരാനെ? അതും വാസ്തവം. നാടുവാഴി തമ്പുരാന്റെ അനുകൂലം ഉണ്ടെങ്കിൽ ആർച്ച് എന്നോട് തൊടുത്തു ജയിക്കട്ടെ. അത് വേണ്ട, മൂത്ത ചേകവരുണ്ടല്ലോ. എന്താ കണ്ണപ്പാ? ആവാം. അതും വേണ്ട. അച്ഛനും മകളും തമ്മിൽ മത്സരിച്ചാലും ശരിയാവില്ല. തുളു ഗുരുക്കളുണ്ടല്ലോ വന്നിട്ട്. എന്താ ഗുരുക്കളെ? കൽപ്പിച്ചാൽ ആവാം. ആരംഭിക്കാം. ഉണ്ണിയാർച്ചയുടെ അവകാശം നേരെന്നെ. അച്ഛന് ശരിയൊത്ത മകള്, ആങ്ങളയ്ക്ക് ഒത്ത പെങ്ങള്. മകളെ വിളിക്കൂ കണ്ണപ്പാ. പുത്തൂരം വീട്ടിലിപ്പോ 3 ചേകോന്മാരും 1 ചേകോത്തി. നന്നായി. പഠിപ്പ് തികഞ്ഞ ചേകോനായ സ്ഥിതിക്ക് 4 കളരികളുടെ ആശാൻസ്ഥാനം ആരോമൽ ഏറ്റെടുക്കട്ടെ. ആവാച്ച. കറുത്തേനാർ നാടുവാഴുന്ന തമ്പുരാൻ ഉടവാള് പിടിക്കുന്ന കളരിയാണ് തൊടുവോർ കളരി. പൂജയ്ക്കും ആചാരത്തിനും ഒരു മുടക്കവും വരരുത്. ഇല്ലേ അച്ഛാ? ആ, ഉണ്ണിക്കണ്ണൻ നിന്റെ സഹായത്തിന്. ശരി അച്ഛാ. പിന്നെ ഒറ്റ മുതൽ ഉറുമി വരെ പഠിപ്പിക്കാൻ ഞാനുണ്ടല്ലോ, ശിഷ്യനായിട്ട്, എന്തിനും ഒരു സഹായിയായിട്ട്. ഉം. അപ്പൊ ഞാൻ എന്റെ കാര്യം, ഞാനും ആരോമലിന്റെ ഒപ്പം അഭ്യാസ കാഴ്ചയിൽ ഉണ്ടായിരുന്നല്ലേ? എനിക്കും നാടുവാഴി തമ്പുരാൻ പട്ടും വളയിൽ നിന്ന് സ്ഥാനം തന്നല്ലേ? ആ കാര്യം എല്ലാരും മറന്നു. ഇല്ല, മറന്നിട്ടില്ല. നീ എന്റെ കൂടെ അംഗത്തിന് പോകുമ്പോ എനിക്ക് വിശ്വസ്തനായ ഒരു സഹായി വേണ്ടേ? മകരം 10-ന് ആലത്തൂരാണ് അംഗം. തുണ പോരേണ്ടത് നീ. കളരിക്കാര്യങ്ങളും പൂജാകാര്യങ്ങളും മാത്രം ഏൽപ്പിച്ചാൽ മതിയോ? മക്കളുടെ രണ്ടാളുടെയും മംഗലകാര്യങ്ങൾ ആലോചിക്കാറായില്ലേ? പിന്നെ ഈ മരുമോൻ ചന്തുവിന്റെ. നിങ്ങൾ പറയണേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണും അങ്ങനെ കാണുമ്പോഴത്തേക്ക് കേറി സ്നേഹം നടിക്കൂല. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കും ചന്തുവിനാരെ. അഭ്യാസ കാഴ്ച കഴിഞ്ഞു, ചേകൂർ സ്ഥാനവും കിട്ടി.
അമ്മായി പറയുകയും ചെയ്തു മംഗലക്കാര്യം. എന്നിട്ടും മനസ്സിലുള്ളത് തുറന്നു പറയണം, അല്ലാതെ പറഞ്ഞിരിക്കണോ എത്ര പ്രാവശ്യം. ആലിക്കുട്ടി, കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടിടക്കണം മോഹാത്. ഇത് നടന്നില്ലാന്ന് വെച്ചാല് ഞാനല്ലാണ്ടാവും. ഇതിപ്പം നിങ്ങളെ വലിയ ജയകോന്ന് അറിയുന്ന കാര്യല്ലേ? മൂപ്പര മനസ്സിലും അങ്ങനെ ഒരു ആശയില്ലാന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് താലി എത്തിക്കോ? അമ്മാവന് ഇഷ്ടായിരിക്കും, പക്ഷെ ആരോമല് അവനാണ് എന്നെ കണ്ണിൽ പിടിക്കായ. അനാഥനാണല്ലോ ഞാൻ. ഈ ഒരു ആലോചന നിങ്ങൾ ഇടങ്ങാറാക്കുന്നത്. ആരോമൽ ചേകോനൊത്ത ചേകോൻ തന്നെ നിങ്ങളും ചന്തൂനാരെ. ആനക്ക് അതിന്റെ ശക്തി അറിയില്ല എന്ന് അറിയും പോലെ നിങ്ങളെ കാര്യം. രണ്ടാലെന്നറിയാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടെ എവിടെയോ ഒരാണ് ഒളിഞ്ഞിരിക്കണുണ്ടല്ലോ മാണിപ്പെണ്ണെ. ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ ഉണ്ണിയമ്മേ. അതാ ആ മതിലിന്റെ അപ്പുറത്ത് ആരാ നോക്ക്. ഞാനാ അർച്ചേ. ചന്തുവങ്ങളെ, എന്താ ഇത്? നാണോ മാനോ ഇല്ലാണ്ടായോ നിങ്ങൾക്ക്? ഞാൻ ഇതിലെ പോയപ്പോ വെറുതെ തന്നെ വെറുതെ. പോണ വഴിയിലൊക്കെ ബാല്യക്കാരി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കൂല്ലേ? പുത്തൂരം വീട്ടിലെ മരുമകനാണ് നിങ്ങളെന്ന് പറയാൻ ലജ്ജ തോന്നുന്നു എനിക്ക്. അംഗവും കണ്ടില്ല, താളി ഒടിച്ചില്ല. ലേ ചന്തുനാരെ, ഇരുവാനാർ നാട്ടിലെ ഭാര്യ തറവാട്ടിന്റെ വടക്കും പുറത്തൊരു കുളം, ഒളിച്ചിരിക്കാൻ വിശേഷപ്പെട്ട സ്ഥലം. അവിടെ ഇരുന്നാല് ഇവിടത്തെക്കാൾ വിസ്തരിച്ച് കാണാം. കുളി അതല്ല, നീ ആണുങ്ങളുടെ കുളിയാ കാണേണ്ടത് എന്ന് വെച്ചാല് എന്റെ ഒപ്പം പോന്നോളൂ. എന്താപ്പത്? കുളിക്കണ ഒളിഞ്ഞു നോക്കിയതും പോരാ. ശാന്താട്ട കവലിക്ക് നമ്മൾ വരാറേ ഇല്ല അല്ലേ ഉണ്ണിയമ്മേ? പുത്തൂരം കാരണവന്മാര് കാലാകാലായിട്ട് കുരുതി നടത്തുന്ന കാവാ ഇത്. കുംഭത്തിലെ തിരുവാതിരയ്ക്ക് ഊറ്റുള്ള ഭഗവതി. ഇക്കുറി അച്ഛനും നേരാങ്ങളയ്ക്ക് നിർബന്ധം. കുരുതി പുത്തൂരും ചേകോത്തിയുടെ മേൽനോട്ടത്തിലാവണമെന്ന്. ആവാന്ന് ഞാനും പറഞ്ഞു. അപ്പോ ഇക്കുറിത്തെ കുരുതി കേമാവും ഇല്ലേ ഉണ്ണിയമ്മേ? ആവും. ആക്കണല്ലോ, വേണ്ടേ? ഞാൻ കുഞ്ഞിരാമൻ, ആറ്റും മണമേൽ കുഞ്ഞിരാമൻ. കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്. കാവൂട്ടും മേലടെന്ന് ഒരു നോട്ടം. ആരോമലുണ്ടായിരുന്നു കൂടെ. പുതിയ കളരിയിലെ ഭൈരവമൂർത്തിയുടെ ആവാഹനം മീനം 4-ന്. ക്ഷണിക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് ആരോമലിനോട് പറയണം. ആരാ ഉണ്ണിയമ്മേ അത്? ആറ്റും മണമേലെ കുഞ്ഞിരാമ ചേകവർ, 18 കളരിക്ക് ആശാൻ. കാളെ പിടിച്ചു കെട്ടിയ ആള് ഒരാളുടെ മനസ്സും പിടിച്ചു കെട്ടിന്ന് കേട്ടൂലോ മാണിപ്പെണ്ണേ.
കുഞ്ഞാമർ ഇതൊക്കെ എങ്ങനെ അറിയണ? കുഞ്ഞാമർ അറിഞ്ഞില്ലല്ലോ. പുത്തൂരം വീട്ടിലെ ചേകോത്തിക്ക് പരഹൃദയ ജ്ഞാനുണ്ടെന്നല്ലേ നാട്ടിലൊക്കെ കേൾവി. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ നടക്കല്ലേ. നിങ്ങൾ വരും. കുഞ്ഞാമർ പറയാൻ തുടങ്ങിയാൽ ഇപ്പൊ ഒന്നും നിർത്തില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോണല്ലേ ഉള്ളൂ. ആറ്റും മണമേലെ ആ ചേകോനെ നേരിട്ട് കണ്ട് പറയാൻ പോവാ കുഞ്ഞാമർ. ഇവിടെ ഒരാളുടെ കഷ്ടപ്പാട്. ശംഖുകടഞ്ഞകഴുത്തഴകും മറത്ത് മാമ്പുള്ളി. മര്യാദക്ക് വാടി അങ്ങട്ട്. ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മേ. എന്താ കുങ്കി, നീ ഇവളെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരണ പോലെ? ഏതാവള്? അടിയന്റെ രകന്ന ബന്ധത്തിലുള്ളതാ ഉണ്ണിയമ്മേ. കള്ളത്തി അവള്. എത്ര ചോദിച്ചിട്ടും സത്യം പറയണില്ല. എന്താ കാര്യം? ഇന്നലെ വന്നതാ വയനാട്ടിന്ന്. ഇന്ന് രാവിലെ നോക്കുമ്പോ അടിയന്റെ മകളുടെ കെട്ടിന് കരുതി വെച്ച പണ്ടങ്ങൾ കാണാനില്ല. അടിയൻ ഉറപ്പാ ഇവളെ അടുത്തെന്ന്. ഉണ്ണിയമ്മ ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. എന്താ നിന്റെ പേര്? മാധു. തമ്പ്രാട്ടി, നാഗഭഗവതി സത്യമായിട്ട് അടിയനെ എടുത്തിട്ടില്ലേ പണ്ടങ്ങള്? അടിയനെ രക്ഷിക്കണം തമ്പ്രാട്ടി. അതെന്താ കുങ്കി മൂത്തോളെ നിർത്തി ഇളയോളുടെ മംഗലം നടത്തണേ? അതെങ്ങനെ ഉണ്ണിയമ്മ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, സത്യല്ലേ? അവളുടെ ജാതകയോഗം ആയില്ല ഉണ്ണിയമ്മേ. കുങ്കി, ഇവളെടുത്തിട്ടില്ല പണ്ടങ്ങള്, എവിടെയും പോയിട്ടുമില്ല. നിങ്ങളുടെ വീടിന്റെ കിഴക്കേ മൂലയില് ഒരു കിണറില്ലേ? ഉണ്ട്. അതില് ഒരു തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട് പണ്ടങ്ങള്. മുങ്ങി നോക്കാൻ പറയും നിന്റെ കെട്ടിയനോട്. എന്റെ ഈശ്വരന്മാരെ, അതാരാപ്പ അതില്? അതെന്തിനാ അറിയണ? നിങ്ങക്ക് സാധനം കിട്ടല്ലേ വേണ്ടു. പൊയ്ക്കോ. ആ, ഇവളെ വെറുതെ വിട്ടേക്ക്. ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവള്. അയ്യോ, ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. വിളക്കും ആയിട്ടാണ്. മർമ്മത്തിനൊഴിഞ്ഞുകൊണ്ട് മേൽമുണ്ട് കത്തിയില്ല. വേണ്ട, ഞാൻ തുറച്ചോളാം. ആരോമില്ലേ അകത്ത്?
ഗാനം കേട്ടു ഞാൻ. പാടുവാനൊരു വീണയും കൂടെയിൻ പ്രിയ തോഴിയും വെണ്ണിലാവും പൂക്കളും വിണ്ണു മണ്ണിൽ വന്നുവോ. പാടുവാനൊരു വീണയും. അമ്മ തങ്ങോട്ട് കൊടുക്കൂ. ജാതകം, തലക്കുറി. പുത്തൂരം വീട്ടിൽ നിന്നൊരു പെണ്ണിനെ കിട്ടണത് ഞങ്ങളുടെ ഭാഗ്യ. അതും ഉണ്ണിയാർച്ചയെ പോലെ അഴകും പഠിപ്പും തികഞ്ഞ പെൺകിടാവിനെ. അതുമല്ല, നാടുവാഴിയുടെ മുമ്പില് അഭ്യാസ കാഴ്ച നടത്തി പട്ടും വളയും വാങ്ങിയ പെൺകുട്ടി. കർത്തേനാർ നാട്ടിലെ ആകെയുള്ളൊരു ചെറുകോത്തി. ജാതകം നോക്കട്ടെ ആദ്യം, ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാലോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കുഞ്ഞിരാമനും ഞാനും പണ്ടേ ചങ്ങാതിമാരാ. ആറ്റുമണമേലുമായി ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാ. ഇളന്തളർ മടത്തിൽ നിന്ന് ചന്ദനെ കൊണ്ടുവരുമ്പോ ഒരാഗ്രഹം കൂടി എന്റെ മനസ്സിലുണ്ടായിരുന്നു, ആർച്ചയെ അവന് കൊടുക്കണം എന്ന്. അങ്ങനെ വല്ലതും മച്ചനോട് പറഞ്ഞിരുന്നു അച്ഛൻ? തുറന്നങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ കിട്ടുകല്യാണത്തിന് അവനെ നിർത്തിയപ്പോ അവനും അങ്ങനെ ഒരു മോഹം വളർന്നിട്ടുണ്ടാവും. അങ്ങനെ പല മോഹം ഉണ്ടാവും മൂപ്പർക്ക്. എന്നാല് നേർപെങ്ങൾക്ക് ചേരണത് കുഞ്ഞിരാമേട്ടൻ തന്നെയാ. ചന്തുവിന് കുറച്ചൊന്നും അല്ല അച്ഛാ മോഹം. കളിപ്പറമ്പിലെ കളരിയുടെ അവകാശം ചോദിച്ചു വന്നൂലോ, അന്ന് അച്ഛൻ കൊണ്ടുവന്ന ചെറു ബാലനല്ല ചന്തു. ഇപ്പോ ആളാകെ മാറി. നിങ്ങൾ രണ്ടാളും തമ്മിൽ ഒരു ഭേദവും ഞാൻ കരുതിയിട്ടില്ല. ഓമാശയുടെ ഒറ്റ മകൻ അനാഥനായി പോവാന്ന് വെച്ചാല് വളർത്തി ഒത്ത ഒരാണാക്കിയില്ലേ, അടവും തൊഴിലും പഠിപ്പിച്ചില്ലേ, അതൊക്കെ പോരെ? പോരാ. പുത്തൂരം വീട്ടിൽ അങ്ങനെ തന്നെയാണ് അവൻ. ആർച്ചയ്ക്ക് ഈ ബന്ധം ഇഷ്ടാവും. ഇഷ്ടാവില്ല. അച്ഛൻ പറയണേന് തർക്കുത്തരം പറയണോ നീ? തർക്കുത്തരല്ല അമ്മേ, ചന്തുവങ്ങളെ മംഗലം കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതെന്താ? ഒത്തൊരു ജേകോനല്ലേ അവൻ. എന്റെ നേർപ്പങ്ങളുടെ ഒരേ ഒരു മകൻ. അതൊക്കെ ശരിയച്ചാ, എന്നാലോ മംഗലം എനിക്ക് വേണ്ട. എന്തുകൊണ്ട് വേണ്ടാന്നൂടി പറയാ. അച്ഛന്റെ അമ്മയുടെ നേരാങ്ങളമാരുടെ മുമ്പിൽ വെച്ച് പറയാൻ വയ്യ, അതന്നെ. എന്തൊക്കെയായാലും ആറ്റുമണമേൽക്കാരുമായിട്ടുള്ള ബന്ധാണച്ചാ പുത്തൂരം വീടിന് നല്ലത്. ആരോമലേ? എന്താ മച്ചനാ? ഓ, അങ്ങനെ തന്നെ വിളിക്കണ്ടല്ലോ എപ്പോഴും. എന്നിട്ട് ഞാൻ കേൾക്കണത് എന്താ മച്ചനും കേട്ടത്? കെട്ട് കല്യാണത്തിന് 7-ാം വയസ്സിൽ ഉണ്ണിയാച്ചന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ലേ മച്ചനാ? ഓർമ്മണ്ട്, അച്ഛന്റെ നിർബന്ധം. താലി കെട്ടണത് മുറച്ചക്കനാവണമെന്ന നിർബന്ധം. പിന്നെ അപ്പോ ആർച്ചയെ ആറ്റുമണമേലെ കുഞ്ഞിരാമന് മംഗലം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചത്? എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില് എന്റെ നേർപ്പെങ്ങളുടെ കഴുത്തിൽ ഒരു മഞ്ഞ ചരട് കെട്ടി. അത് അന്ന് കഴിഞ്ഞില്ലേ മച്ചനാ? അതിന്റെ പേരിൽ ഇപ്പൊ ഒരു അവകാശം പറഞ്ഞു വരണതല്ലേ ന്യായം? അതാണ് ശാസ്ത്രം. ഓ, ശാസ്ത്രം. സ്വഭാവം കെട്ടവന് പെണ്ണിനെ കൊടുക്കരുതെന്നും ഉണ്ട് ശാസ്ത്രം. കേട്ടിട്ടില്ലേ? മച്ചുനൻ അവകാശപ്പണം 21 പൊൻപണം തരും. മംഗലത്തിന് മുമ്പ് തന്ന് കണക്ക് തീർക്കും. അക്കാര്യത്തില് ഈ ആരോമലിനെ മച്ചുനന് വിശ്വസിക്കാം. പൊൻപണം? അച്ഛന, ആണായി പറഞ്ഞ ചേകോൻ കണക്ക് തീർക്കുന്നത് പൊൻപണം കൊണ്ടല്ല, വാൾമുന കൊണ്ടാണ്. വാ. അങ്ങനെയാണ് മച്ചുനന്റെ തീരുമാനമെങ്കില്
തീർക്കണമേ ഈ പൊയ്ത്ത്. ഇത് ഞാൻ തന്നെ തീർക്കണം. തീരുമാനം ആരോമല ഞങ്ങളുടെ മാത്രമല്ല എന്റെയും കൂടിയാ. മുമ്പും ചൊല്ലിയതാ ഞാനിത് ചന്തു അങ്ങളോട്. ഒരു കാര്യം ഇപ്പൊ തീർപ്പായിട്ട് പറയാം. കുമരമ്പുഴയിൽ ചാടി ചത്താലും എനിക്ക് ചന്തു അങ്ങളെ വേണ്ട ഭർത്താവായിട്ട്. ഉണ്ണിയർച്ചയുടെ വാക്കായത്, നിശ്ചയത്. അമ്മാവനോട് ഒരു കാര്യം ചൊല്ലാനുണ്ട്. എന്ത്? ഞാനൊന്ന് ഇളന്തളർ മടം വരെ പോവാണ്. എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ആളും മനുഷ്യരും ഇല്ലാണ്ടേ കാട് പിടിച്ചു കിടക്കണം അവിടെ നിന്ന് നാളെ കുറുപ്പാളെ കണ്ടപ്പോ പറഞ്ഞു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് അതിന്റെ മുറ്റത്ത് ഒരു കുറുങ്കളരി ഉണ്ടാക്കണം. നിനക്ക് വിഷമമുണ്ട് അല്ലേ? സാരില്ല, യോഗമില്ല എന്ന് കരുതിക്കോ. ഒരു കണക്കിൽ നല്ല തന്നെ സ്വന്തമായ ഒരു കളരിയും ശിഷ്യന്മാരും നിനക്കും ഉണ്ടാവട്ടെ. പക്ഷെ ആർച്ചയുടെ പുടമുറി കഴിഞ്ഞിട്ട് പോയാ പോരെ? പോരാ, അതിനു മുമ്പ് പോണം. അമ്മാവൻ എന്താ ആവശ്യം വന്നാലും ഒരു ഓല എഴുതി അയച്ചാൽ മതി, ഞാനെത്തും. ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തല്ലാണ്, അയ്യപ്പങ്കാവിൽ വിളക്കല്ലാണ്. അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ് പുലരുവാനേഴരരാവുള്ളപ്പോൾ ഞെട്ടിയുണരുന്നു ഉണ്ണിയാർച്ച. കാർകൂന്തൽ നന്നായി കുടഞ്ഞു കെട്ടി, ആടകൾ നന്നായി കുടഞ്ഞെടുത്തു. എവിടേക്ക് പോവാൻ ഒരുങ്ങിയിട്ട് ആർച്ച എത്ര പുലർച്ചയ്ക്ക്? അല്ലിമലർക്കാവിലെ വേല സ്വപ്നം കണ്ടു ഞാൻ. എനിക്ക് അങ്ങോട്ട് പോണം അച്ഛാ. പുത്തൂരം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ കൂത്തും വേലയും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. ആരെയും തുണ കൂട്ടാണ്ടിയോ? കുഞ്ഞിരാമേട്ടൻ വരും. കുഞ്ഞിരാമേട്ടനെയും കൂട്ടി പോവാം. വേണ്ട, പുതുശ്ശേരിയിലെ പയറ്റ് വിട്ട് വന്നാല് ഇവിടെ പണിയില്ലേ അവന്. നിന്റെ പിന്നാലെ കൂത്തിനും വേലയ്ക്ക് നടന്നാ മതിയോ? അല്ലിമലർക്കാവിലെ കൂത്ത് കാണാഞ്ഞിട്ട് അവൾക്ക് ഞങ്ങളാരും പോണില്ലല്ലോ. വേണ്ട, പോണ്ട. പക്ഷെ പുത്തൂരം വീട്ടിൽ ഉണ്ണിയറച്ച് പോവും. മംഗലം കഴിഞ്ഞ് ആറ്റുമണമേലേക്ക് വന്നു എന്ന് വെച്ച് ഇവിടെ തന്നെ അടച്ചുപൂട്ടിയിരിക്കണോ? നാഗപുരത്ത് കൂടിയാ പോവേണ്ടത്. ആൺതുണി ഉണ്ടെങ്കിൽ കൂടി പോവാൻ പറ്റാത്ത സ്ഥലം. അവൾക്ക് അറിവുണ്ടാവില്ല. എങ്ങനെയോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ഇങ്ങനെ ധിക്കാരം പറയരുത് ആർച്ചേ. ധിക്കാരല്ല കുഞ്ഞിരാമേട്ട, സത്യം. അടവും തൊഴിലും പഠിച്ചതിന്റെ അഹങ്കാരം നിനക്ക്. കുഞ്ഞിരാമേട്ട, 500 300 വന്നാലും പതറാത്ത നിങ്ങള് ഇപ്പൊ ഇങ്ങനെ മൊഴിയണതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. 18 കളരി കാശാനായ കുഞ്ഞിരാമേട്ടൻ സ്വന്തം ഭാര്യയ്ക്ക് കൂട്ടുപോരാൻ ഭയക്കണമെന്നോ? ഭയമില്ല എനിക്ക്. പറഞ്ഞനുസരിക്കാത്ത നിന്റെ ഈ സ്വഭാവത്തെയാണ് ഞാൻ എതിർക്കുന്നത്. പുത്തൂരം വീട്ടിലേന്നല്ല, ഒരു വീട്ടിലെയും പെണ്ണിന് ചേർന്നതല്ല ഇത്. അല്ലിമലർക്കാവിലും അഞ്ചനക്കാവിലും പോവാൻ ഞാൻ തീരുമാനിച്ചു. കുഞ്ഞിരാമേട്ടൻ വന്നില്ലെങ്കിൽ തനിച്ചു പോവും ഞാൻ. ആർച്ചേ, തനിച്ചു പോവാൻ തീരുമാനിച്ചോ നീ? തീരുമാനിച്ചു. എന്നാല് നിനക്കറിയാത്ത ഒരു കാര്യം കേട്ടോ. നാഗപുരത്തെ വളർക്കോട്ടങ്ങാടിയിൽ കൂടിയാണ് നിനക്ക് പോകേണ്ടത്. കൂളന്മാരുടെ പുളപ്പുള്ള അങ്ങാടി. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ആ കൂളന്മാർ പട്ടുടുത്ത് നടക്കുന്ന പെണ്ണിന്റെ പട്ടും പണ്ടങ്ങളും അഴിച്ചു പിടിച്ചുകൊണ്ട് പോകും. അറിയില്ല നിനക്ക് അവരെ? ഇന്നെ പേടിപ്പിക്കാൻ പറയാണോ? ഈ മൊഴിയിലൊന്നും പേടിക്കണവളല്ല ആർച്ച. ആർച്ചേ, പേടിപ്പിക്കാൻ പറഞ്ഞല്ല, സത്യം പറഞ്ഞാണ്. സത്യം? എന്തൊരു ചെടിപ്പിക്കണ സത്യം. എന്നാ എനിക്ക് കാണേണ്ടത് അല്ലിമലർക്കാവിലെ കൂത്തല്ല, അയ്യപ്പൻകാവിലെ വിളക്കല്ല, അഞ്ചനക്കാവിലെ വേലപൂരമല്ല, വളർകോട്ടങ്ങാടിയിലെ കൂളന്മാരുടെ കൂത്താണ്. പെണ്ണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യാത്ത നാടത്രേ. അങ്ങനെ ഒരു നാടുണ്ടോ മലയാളത്തില്? എന്നിട്ടെന്തേ ആണായി പിറന്നവരൊന്നും അതിനെതിരെ നിന്നില്ല? എന്നിട്ടെന്തേ അമ്മ പെങ്ങന്മാരുള്ളവരൊന്നും അതിന് ഉചിതം ചോദിച്ചില്ല? എന്നിട്ടെന്തേ ഇവിടുത്തെ നാടുവാഴിയും തമ്പരാക്കന്മാരും അവരെ നിലയ്ക്ക് നിർത്തിയില്ല? കുഞ്ഞിരാമേട്ട, പെണ്ണുങ്ങൾക്ക് മാനാഭിമാനത്തോടെ വഴി നടക്കാൻ പറ്റാത്ത ഒരു നാട് ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അതില്ലാതാക്കും ഞാൻ. പുത്തൂരം വീട്ടിലെ ഉണ്ണിയർച്ചയാണ് മൊഴിയണത്. കണ്ടോടാ, ഒരു പെണ്ണ് രാജാത്തി പോലെയല്ലേ വരണ കുതിരപ്പുറത്ത്. ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലാന്ന് തോന്നണ. അല്ലെങ്കിൽ നാഗപുരത്ത് കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ. എന്ത് ധൈര്യം? നമ്മൾ 5-8 പേരുടെ മുമ്പിൽ ഒരു പെണ്ണിന് എന്ത് ധൈര്യടോ? നമ്മുടെ മൂപ്പന് ചേർന്ന പെണ്ണ്
കൊഞ്ചത്തിയ മാറൻ. നീ ഏത് പെണ്ണേ? നാഗപുരത്ത് കൂടെ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമുള്ള പെണ്ണ്? വഴി മാറൻ, ഞാൻ പോട്ടെ. എവിടേക്ക് പോവാൻ? ഞങ്ങളുടെ അവിടേക്ക് അല്ലാണ്ട് ഇറങ്ങ. ഇറങ്ങണി പെണ്ണേ, ഞങ്ങളുടെ സ്വഭാവം നിനക്ക് അറിയില്ല. ഞങ്ങളുടെ മൂപ്പന് ചേരണ പെണ്ണാ നീ. കൂടെ പോരെ? ഇറങ്ങ. നാഗപുരത്തങ്ങാടിയിലെ ഈ മൂപ്പന്റെ ആൾക്കാരെ എതിർക്കാൻ ഒരു പെണ്ണോ? അതെ, പെണ്ണ് തന്നെ. എന്തേ? നീ ആരാടാ ഇവൾക്ക് ഭാഗം? മാറിയുള്ള മക്കളെ എല്ലാത്തിനും അഴിച്ചു വീട്ടും ഞാൻ. പുത്തൂരം ആരോമൽ ചേകവരുടെ നേർ പെങ്ങളാണ് ഞാനെങ്കില് ഈ നാഗപുരത്തങ്ങാടി ഇന്ന് പൊടി തെളിക്കും ഞാൻ. വരും കയ്യന്മാരെ, ഉണ്ണിയാർച്ചയുടെ ഉറുമയുടെ ചൂടറിയാൻ ഇനി ആരെങ്കിലും കൊതിക്കണമെങ്കില് വരും.
ആളറിയേണ്ടവരെന്തോ ചെയ്തു. ആർച്ച പൊറുക്കണം. അത് പറയാൻ നിങ്ങളാര്? മൂപ്പന്റെ പെണ്ണുങ്ങളോ അതോ നാഗപുരത്തിന്റെ കാവലാളോ? കോലോത്തെ തമ്പുരാട്ടിയാണ് ആർച്ചേ. തമ്പുരാട്ടിയോ? ഇതോ? ഏത് കോലോത്തെ തമ്പുരാട്ടി? ഈ തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിട്ടാണോ നാഗപുരത്ത് അങ്ങാടി കൂടെ പകൽ പോലും പെണ്ണുങ്ങൾക്ക് നടക്കാൻ വയ്യാണ്ടായത്? ആണോ? ആർച്ചേ, എന്റെ അച്ഛന്റെയും നേരാങ്ങളുടെയും ഇവിടുത്തെ കളരിയിലെ ശിഷ്യന്മാരായി ഇവര്. ഇവരോട് പൊറുക്ക്. എന്തിനു പൊറുക്കണം? അച്ഛന്റെയും നേരാങ്ങളുടെയും ശിഷ്യന്മാരായതുകൊണ്ടോ? അച്ഛനും നേരാങ്ങളെയും ഇവരെ നിലയ്ക്ക് നെറുക്കി നിർത്തിയില്ല. അതുകൊണ്ടാ ഇന്ന് ഇവറ്റയ്ക്ക് ഇത്രയും ഊറ്റം വന്നത്. ആ കുറവ് തീർക്കണുണ്ട് ഞാൻ. ഈ നാഗപുരത്ത് അങ്ങാടി ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇല്ലാണ്ടാക്കും ഞാൻ. വരണില്ല ആരും ഉണ്ണിയാർച്ചയെ പിടിച്ചു കെട്ടാൻ. വരീൻ. എന്നിട്ടാവാം അല്ലിമലർക്കാവിലെ കൂത്തും അയ്യപ്പൻകാവിലെ വിളക്കും അഞ്ജനക്കാവിലെ വേലപൂരങ്ങളും. അടങ്ങാർച്ചേ, മാപ്പ് പറയാൻ എന്താ മൂപ്പൻ തന്നെ നേരിട്ട് വന്നിട്ടുണ്ട്. എന്തിനാ ഓടിപ്പോയത്? നിനക്ക് ചേർന്ന പെണ്ണ ഞാനെന്നാ നിന്റെ തെമ്മാടിക്കൂട്ടം പറഞ്ഞത്. കുനിഞ്ഞു കാല് പിടിച്ചാല് കുടഞ്ഞു ചവിട്ടാൻ പാടില്ല ഉണ്ണി. അറിയാതെ വന്ന പിഴയാ മൂപ്പന്. നമ്മൾ അറിഞ്ഞു പൊറുക്കണം. എന്നാൽ ഈ മൂപ്പൻ ഇന്നിവിടെ എല്ലാവരുടെയും മുമ്പിൽ സത്യം ചെയ്യട്ടെ. ഈ അങ്ങാടി കൂടി കടന്നു പോണ പെണ്ണുങ്ങൾക്ക് അവൾ തമ്പുരാട്ടിയായാലും താണജാതിക്കാരിയായാലും മതിപ്പും മാനവും കൊടുക്കുന്നു. വാക്ക് കൊടുത്തോളി മൂപ്പ. നിങ്ങളോട് നമ്മൾ ആദ്യം പറഞ്ഞില്ല നിങ്ങളെ കളി ഹലാക്കിന്റെ കളിയാവുന്നു. നീ ഇങ്ങനെ ഉണ്ടാവില്ല, തീർച്ച. ചന്തുവാങ്ങളില്ലേ ഇവിടെ? അല്ല, ആരൊക്കെയാ അത്? അകത്തേക്ക് കയറി വരൂ. നല്ല ആളാ ചന്തുവാങ്ങള. പോയിട്ട് വേഗം വരാന്നും പറഞ്ഞിട്ട്. ഇവിടെ ഒരു കുറുങ്കളയുടെ പണി ദാ തുടങ്ങണേ ഉള്ളൂ. ആശാരിമാരെ കിട്ടാൻ പ്രയാസം. ആ, എവിടെ പോയിട്ട് വരണു പെങ്കിടാങ്ങള്? അല്ലിമലർക്കാവില്. ഇതിലേ പോയപ്പോ കുട്ടിമാണി പറഞ്ഞു ഇന്ന് കേറിയിട്ട് പോവാന്ന്. അല്ലിമലർക്കാവിലോ? നാഗപുരത്ത് കൂടിയോ? നാഗപുരത്തങ്ങാടി ആകെ മാറിയില്ലേ ചന്തുവാങ്ങളെ? പുത്തൂരം വീട്ടിലെ ചേകോത്തി പോയി കിടുകിട വിറപ്പിച്ചില്ലേ അവിടെ? കേട്ടു. പാണന് പാട്ട് കെട്ടാൻ ഒരു കഥയും കൂടിയായി. പാണരെന്തോ പാടി നടക്കട്ടെ ചന്തുവാങ്ങളെ. ആട്ടെ, ചന്തുവാങ്ങളെ ഇനി എന്നാ അവിടേക്ക്? വരണുണ്ട് ഞാൻ. അടുത്ത് തന്നെ. രണ്ടാളും കൂടി പറയാണ്ടേ അറിയിക്കാണ്ടേ? പെങ്ങള് നാഗപുരത്ത് പോയ വർത്താനം കേട്ട അന്ന് പറയാൻ തുടങ്ങിയത് അമ്മ. ആർച്ച ഇപ്പൊ കാണണെന്ന്. കണ്ണു നിറയെ കണ്ടോളൂ മകളെ. അല്ലിമലർക്കാവുന്ന നേരെ നീ പുത്തൂരം വീട്ടിലേക്ക് വരുന്നല്ല ഞാൻ കരുതിയത്. ആരോമല് പറഞ്ഞപ്പോളാ ഞാൻ ഇങ്ങടന്നെ പോന്നു. അന്ന് അവള് നാഗപുരത്തേക്ക് പോയപ്പോ ഞാൻ നേർന്നതാ ഈ ശാക്തിയേക്കാവിലൊരു കരിങ്കലശം. എന്തിനാർച്ചേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിടണേ? ആവശ്യമില്ലാത്ത കാര്യോ? അമ്മേ, അടവും തൊഴിലും അറിയാത്ത പെണ്ണുങ്ങൾക്കും മാനാഭിമാനത്തോടെ കഴിയണ്ടേ നാട്ടില്? തെമ്മാടികളെ നിലയ്ക്ക് നിർത്താൻ പെണ്ണിനും കഴിയുന്ന മൂപ്പനും മനസ്സിലായിപ്പോ. എന്റെ കടമയായിരുന്നു, അത് ഞാൻ ചെയ്തു, അത്ര തന്നെ. തിരുവാഴ്ച തമ്പുരാട്ടി. ആ, ചോമനുമായി ആറ്റുമണമേലേക്ക് കുറച്ച് കാഴ്ചകളും കൊണ്ട് പോയതാ. അവിടെ കൊടുത്തിട്ടുണ്ട് അടിയങ്ങള്. ഇപ്പവൻ നിന്നെ തല്ലാറുണ്ടോമായി? ഇല്ല അമ്പ്രാട്ടി, എല്ലാം കൊടുത്ത അനുഗ്രഹം. സ്നേഹിക്കാനാ കല്യാണം കഴിക്കണ, അല്ലാണ്ട് തല്ലാനല്ല. അടിയന്റെ കണ്ണു തുറപ്പിച്ചു തമ്പുരാട്ടി. ആർച്ചയുടെ ചൂണ്ടുമർമ്മം ശരിക്കും വലിച്ചു. ഞാൻ കുറുങ്ങാട്ടിടം വാഴുന്നോർ ഉണിച്ചന്ദ്രോർ. വരിൻ, അകത്തേക്കിരിക്കാം. ഒരു മൂപ്പിളമ തർക്കം.
ഇളയമ്മയുടെ മകൻ ഉണിക്കോനാരുമായി. അയാളാണ് മൂത്തതെന്ന് വയറ്റാട്ടി, ഞാനെന്ന് മണ്ണാത്തി. അപ്പൊ വാഴുന്നവരായില്ല, തർക്കം തീർന്നിട്ട് വേണം ആവാൻ അല്ലേ? തൃപ്രങ്ങോട്ട് അമ്പലത്തിലെ തൃപ്പടിയില് വെള്ളിക്കിഴിയും സ്വർണ്ണക്കിഴിയും വെച്ചെടുക്കാൻ കൽപ്പിച്ചു നാടുവാഴി. സ്വർണം കിട്ടിയാൽ മൂപ്പ് വാഴാന്നും. തൃപ്രങ്ങോട്ടപ്പനും എന്നോട് വശഭേദം കാണിച്ചു. എനിക്ക് കിട്ടിയത് വെള്ളിക്കിഴി. പീടാൻ ഭാവല്യ ഞാൻ. എന്റെ 8 പടയാളികളെ വെട്ടിയും കുത്തിയും കൊന്നു എന്റെ ആൾക്കാര്. ഉണിക്കോനാരുടെ ആരും ചത്തില്ലേ? പിന്നെ ചാവാതെ കണ്ണനരയും തന്ന മീനിന്റെ വാലും തലയും വെട്ടിക്കൊടുത്തയച്ചു ഞാൻ. അവന്റെ 4 ആളുടെ തലയെ എറിഞ്ഞു. എന്നിട്ടും തീർന്നില്ല തർക്കം അല്ലേ? ഇല്ല. കൊല്ലിത്തിലക്കിലെ ബലിയും ഇടമുണ്ടൻ തെങ്ങിന്റെ തേങ്ങയും വേടം പ്ലാവിന്റെ ചക്കയും ചൊല്ലി അവന് തർക്കം തന്നെ. വിവരം അറിഞ്ഞ് നാടുവാഴി വന്നു. അംഗം വെട്ടി തീർപ്പാക്കിക്കൊള്ളാനാ കൽപ്പന. 7 അംഗം ജയിച്ച് അരിങ്ങോടർ തന്നെ എന്റെ ചേകോനാവണം. അത് അപേക്ഷിക്കാനാ ഞാനിപ്പോ വന്നത്. ആരാ മാറ്റം കച്ചേകോൻ? ഉണിക്കോനാരും കൂട്ടരും കറുത്തനാർ നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് കേട്ടു. കണ്ണപ്പനെ തേടിയാവും. നീ ഒരംഗത്തിന് ബാല്യമുണ്ട് കണ്ണപ്പന്. കണ്ണപ്പനോട് ഒരിക്കൽ കൂടി തൊടുക്കാൻ എനിക്കും മോഹം. കോലത്തിരി നാട്ടിൽ അരിങ്ങോടരെ വിളിക്കാനാ ഉണിച്ചന്ദ്രൂരും കൂട്ടരും പോയിരിക്കണം. അരിങ്ങോടരെ നേരിടാൻ പുത്തൂരം വീട്ടിൽ ഒരാളേ ഉള്ളൂ. അങ്കക്കിഴി വെച്ചോളിൻ. മുടി നരച്ചൊന്നു കരുതി മടിക്കണ്ട. പാഞ്ചർക്കം പറഞ്ഞത് ആരോമൽ എന്നൊരു ചേകോരെ കുറിച്ചാണ്. ആരോമല് എന്റെ മകനാ. തീരെ ചെറുപ്പം. ഉത്തരിയംഗം പോലും കുറിച്ചിട്ടില്ല. അവനെ ഞങ്ങൾ അംഗത്തിന് അയക്കില്ല. ആരാ കുഞ്ചുണ്ണൂലി പൂമുഖത്ത് അച്ഛനുമായി സംസാരിക്കണത്? ഏതോ ഒരു ദേശവാഴി അംഗത്തിന് ചേകോനെ തേടി വന്നത്. ഉണിക്കോനാരെന്ന പേരും ചൊല്ലണ കേട്ടു. ഞാനില്ലേ പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകോർ. ഞാൻ വരാം. ഇരിക്കും. പാഞ്ചർക്കം പറഞ്ഞ 12 അടയാളങ്ങളും ചേർന്ന ചേകോൻ. നിങ്ങളെ കിട്ടിയാല് എന്റെ ജയം ഉറപ്പായി. അംഗത്തിനല്ലേ? ഞാൻ വരാം. ആരോമലേ, മാറ്റങ്കച്ചേകോൻ കോലത്തിരി നാട്ടിലെ അരിങ്ങോടരാ. 7 അംഗം വെട്ടി ജയിച്ചവൻ. ചതിയും കളവും അവന്റെ കൂടപ്പിറപ്പ്. ആരോടായാലും ഒരംഗം തുടങ്ങി വെച്ചല്ലേ പറ്റുവച്ച. ഉത്തരി അംഗം കോലത്തിരി നാട്ടിലെ പേരും പുകഴും പെറ്റ ആളോട് തന്നെ ആവട്ടെ. ഉത്തരി അംഗം കുറിക്കാൻ ആയില്ല നിനക്ക്. എന്നെ ചോദിച്ച് പുത്തൂരം വീട്ടിലേക്ക് വന്നോരല്ലേ അച്ഛ. വെറും കൈയോടെ മടക്കി അയക്കണത് നമുക്ക് മാനിഭക്കേടല്ലേ? അങ്കക്കിഴി വെച്ചോളിൻ. ചേകോമാരെ തേടി ശീലല്ല എനിക്ക്. അംഗം പിടിപ്പിച്ച തഴക്കമില്ല. ക്ഷമിക്കണം. എത്ര കിഴി പണം വെക്കണം എന്ന് ചേകോൻ തന്നെ പറഞ്ഞാൽ മതി. പുത്തൂരം വീട്ടിലെ പതിവനുസരിച്ച് വെള്ളയും കരിമ്പടവും വിരിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ഗണപതി ഹോമം കഴിച്ച് 1001 108 കിഴി. ഏറിയ നേർച്ചയും വഴിപാട് നേർന്ന് കിട്ടിയ തന്നെ ഞങ്ങൾക്ക് പട്ടം ചരടം കിട്ടി. നിന്റെ ചന്തവും ചാച്ചലും കണ്ട് മതിയായില്ല മകനെ. വയസ്സുകാലത്ത് അച്ഛനെ അംഗത്തിന് അയച്ചു എന്ന് പറയുമ്പോ അതിന്റെ മാനിഭക്കേട് ഞങ്ങൾ ആൺമക്കൾക്ക് അമ്മേ. എന്നാലും ഏട്ടനെ വിറ്റ കാശ് എന്നെ കൊണ്ട് തന്നെ എടുപ്പിച്ചുല്ലോ. അരിയും പൊന്നും കടം കൊണ്ടാ കിട്ടൂ. നീ ബഹുമാനം കിട്ടില്ലല്ലോ. അച്ഛൻ പറയണത് കേൾക്കാണ്ട് ഇങ്ങനെ എടുത്തു ചാടിയൊരു തീരുമാനം. കുറിയും ചമയങ്ങളും അണിഞ്ഞ് കളരിയിൽ അടവും തൊഴിലും പഠിക്കണത് വെറുതെ കണ്ടു ഭ്രമിക്കാനല്ല. അംഗത്തിന് ആരാനും വിളിച്ചാല് ആത്മവിശ്വാസത്തോടെ പോവാനാ. മാറ്റങ്ക ചേകോര് അരിങ്ങോടരാണെന്ന് അറിയുമ്പോ ആണെങ്കിൽ എന്ത്? ചേകോനും ഒരിക്കൽ മരിക്കണ്ടേ? അത് അങ്കത്തട്ടിലാവുമ്പോ അതിൽ പരം പുണ്യം എന്താ കുഞ്ചുണ്ണൂലി? നേരങ്ങളെ എന്താ ഞാൻ ഈ കേൾക്കണത്? കേട്ടത് നേരാണ് അർച്ചേ. നിന്റെ നേരാങ്ങള ഉത്തരി അംഗം കുറിച്ചു. എന്തിന് നേരങ്ങളെ? എന്തിന്? പുത്തൂരം വീട്ടുകാർക്ക് അംഗം പിടിച്ചു വേണോ കഴിയാൻ? വല്ലവർക്കും വേണ്ടി ചത്തും കൊന്നും വേണോ കുടുംബം വളർത്താൻ? ഇടമുണ്ടൻ തെങ്ങിന്റെ തേങ്ങയും വേടം പ്ലാവിന്റെ ചക്കയും ആനക്കുടിയിലെ മീനും ചൊല്ലി ആരാന് തമ്മിൽ വെട്ടിയും കുത്തി ചാവുമ്പോ പുത്തൂരം വീട്ടിലെ ചേകോന്റെ തല വെക്കണതിന്റെ ഇടയിലേക്ക് ചൊല്ലി നേരങ്ങളെ. പുത്തൂരം വീട്ടിലെ ചേകോത്തിയാണോ ഈ പറയണത്? നാഗപുരത്തങ്ങാടിയിലെ തെമ്മാടികളെ ഉറുമി വീശി നേർവരയിൽ നിർത്തിയ എന്റെ നേർവങ്ങളാണോ ഈ പറയണത്? 18 കളരിക്കാശാനായ ആറ്റുമണമേലെ ചേകോന്റെ ഭാര്യയാണോ ഈ പറയണത്? ആർച്ചേ, ചേകോന്റെ ചുരിക വെറുതെ കളരിയിൽ വെച്ച് പൂജിക്കാനുള്ളതല്ല, അംഗം വെട്ടി ജയിക്കാനുള്ളതാ. കേട്ടിട്ടില്ലേ ശാസ്ത്രം? മംഗലം കഴിഞ്ഞാലേ നാരിയാവൂ, പൂണൂലിട്ടാലേ നമ്പൂരിയാവൂ, പുലസി മണിഞ്ഞാലേ നായരാവൂ, അംഗം പിടിച്ചാലേ ചേകോനാവൂ. എന്നാലും നേരങ്ങളെ എങ്ങനെ സഹിക്കും ഞാനിത്? ആർച്ചേ, കുഞ്ചുണ്ണൂലെ സമാധാനിപ്പിക്കേണ്ടത് നീയാ. ആ നീ ഇങ്ങനെ ഓം ഹ്രീം ഭദ്രായ സ്വാഹ, ഓം ഹ്രീം ഭദ്രായ സ്വാഹ, ഓം ഹ്രീം ഭദ്രായ സ്വാഹ, ഓം ഹ്രീം ഭദ്രായ സ്വാഹ. അംഗത്തിന് പോവാൻ
കളരിയിൽ വാങ്ങി പാർക്കല്ല ഞാൻ കുഞ്ചുണ്ണൂലി. ഈ നേരത്ത് നീ ഇവിടെ? പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്നറിയാം, എന്നാലും എന്റെ കൈകൊണ്ട് ഇത്തിരി പാല് കുടിക്കും. ആ, നിന്റെ ഒരു ആഗ്രഹല്ലേ? ഈ സമയത്ത് ഇങ്ങനെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമായിരിക്കും. നേർനാത്തൂനും പറഞ്ഞു. ഈ സമയത്തോ എന്ന് പറഞ്ഞാല്? കടിഞ്ഞൂൽ ഗർഭമായിരിക്കുമ്പോ. നേരാണോ കുഞ്ചുണ്ണൂലി? ഉണ്ണി പിറക്കും. അവനെ അവന്റെ മുത്തച്ഛന്റെ പേരിട്ട് വളർത്തണം. എഴുത്തും വയറ്റും പഠിപ്പിക്കണം. നീ ഞാനില്ലാന്ന് വെച്ചാൽ മാപ്പ്. അറിയാതെ ഒരു നാവ് പിഴ. മാപ്പ് കുഞ്ചുണ്ണൂലി. കുഞ്ചുണ്ണൂലി, അംഗം കുറിച്ച് വ്രതം ഇരിക്കുന്ന ചേകോന്റെ അടുത്തേക്ക് ഭാര്യ പോരെന്ന് അറിയില്ലേ നിനക്ക്? വ്രതം ഇരിക്കുന്ന ചേകോന് ദാഹിച്ച തണ്ണീർ കൊടുക്കരുന്നുണ്ടോ അമ്മ ശാസ്ത്രം? തണ്ണീർ കൊടുക്കണമല്ല ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഉണ്ണിക്കണ്ണോ ഞാനോ ഇല്ലേ ഇവിടെ? അമ്മേ, നേർനാത്തൂൻ ഗർഭിണിയാണ്. ഈ അവസ്ഥയില് ഇങ്ങനൊന്നും പറയരുത്. അല്ലെങ്കിലേ നേരാങ്ങൾ അംഗത്തിന് പോണ സങ്കടത്തിലാണ് അവര്. ഞാൻ ഓർത്തില്ല മോളെ. എന്നാലും കളരിപ്പരമ്പര ദൈവങ്ങളെ മറക്കരുത്. മോള് വാ. അരിങ്ങോടരുടെ കള്ളക്കോല് കാണാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ കറുത്തേനാർ നാട്ടില്, ചന്തു. അവനെ വിളിക്കാൻ കുഞ്ഞാമറ അയച്ചിട്ടുണ്ട് ഞാൻ എളന്തളർ മഠത്തിലേക്ക്. ശിഷ്യന്മാരേറെ ഉണ്ടല്ലോ ഇവിടെ. അവരിൽ ആരെങ്കിലും പോരാച്ചാ? അല്ലെങ്കിലും എന്തിനു ശിഷ്യന്മാര്? നിന്റെ കുഞ്ഞിരാമേട്ടനില്ലേ നേരാങ്ങളേക്ക് തുണ പോവാൻ? പോരാ, ചന്തുവിന് എനിക്ക് വിശ്വാസാ. പോരാത്തേന അവൻ എന്റെ മച്ചുനൻ. സ്വന്തം മച്ചനുണ്ടാവുമ്പോ മറ്റൊരാളെ അംഗത്തുണയ്ക്ക് കൊണ്ടുപോണത് മാനിപ്പക്കേട് ആരോമല്ലേ? മച്ചനും ചന്തുവിനെ ചതിക്കു വെച്ച. അരിങ്ങോടൻ എനിക്ക് പേടിയില്ല, പക്ഷേ ചന്തുവിനെ വിശ്വസിച്ചൂടാ. ചന്തു ചതിക്കാൻ ന്യായമില്ല മകനെ. വലതു തൊടയിൽ നിന്നെയും ഇടതു തൊടയിൽ അവനെ ഇരുത്തി ഉരുളയുരുട്ടി ചോറ് തന്ന് വളർത്തിയതാ നിങ്ങൾ രണ്ടാളെ. മകനും മരുമകനും എനിക്ക് സമം. ചന്തു അങ്ങൾക്ക് അങ്ങനെയല്ല അച്ഛാ. ഉണ്ണിയാർച്ച അവന് പറഞ്ഞു വെച്ച കാലത്ത് അത് മുടക്കിയത് ഞാനാ. ആ മൊഴി ചൊല്ലി ചതിക്കും ചന്തു. ചതിക്കില്ല. ചന്തുവിനെ നിന്റെ കൂടെ അംഗത്തുണയ്ക്ക് അയക്കാൻ തീരുമാനിച്ചു ഞാൻ. എന്റെ മരുമോനാവൻ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വേണ്ടെന്ന് പറയുമ്പോ അച്ഛൻ എന്താ ഒരു നിർബന്ധം പോലെ പറഞ്ഞല്ലേ ഞാൻ ചന്തു അങ്ങളെ ചതിക്കുന്നു. ഈ കാര്യത്തിൽ നീയൊന്നും പറയണ്ട. ഞാൻ പറയണത് അനുസരിച്ചാ മതി. നിങ്ങള് മനസ്സിലായോ? നേരാങ്ങളേക്ക് അംഗത്തുണ പോണത് ചന്തുവാങ്ങളെയാണല്ലേ? അച്ഛൻ പറഞ്ഞു. ആരോമലാങ്ങളേക്കിപ്പോ അച്ഛന്റെ സ്ഥാനത്താ മച്ചുനൻ ചന്തുവാങ്ങളെ. തട്ടുമ്മ കയറുമ്പോ കൂടെ കയറണം. ഒഴിയാണ്ടെ ആങ്ങളുടെ ഇടഭാഗം നിൽക്കണം. മാറ്റങ്ക ചേകവൻ കള്ളച്ചുരിക നീട്ടിയാല് വലഭാഗം മാറി തട്ടണം. ചുരിക കടയിക്കാൻ പോകുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കണയിലെ ഇരുമ്പാണി മാറ്റി ചെമ്പാണി വെപ്പിക്കണം. കണയിന്ന് ചുരിക കഴിക്കുമ്പോ കൊല്ലന്റെ അരികത്തുനിന്ന് മാറരുതേ ചന്തുവാങ്ങളെ. അങ്കച്ചുവിടും ചുരികപ്പണിയും പഠിപ്പിക്കാണോ നീ എനിക്ക്? ചന്തുവാങ്ങളയ്ക്ക് ഇപ്പോഴും എന്നോടുള്ള പരിഭവം മാറിയിട്ടില്ല. പറയണ്ട എന്നോടൊന്നും. നിന്റെ മായങ്ങളൊന്നും അറിയാത്തല്ല എനിക്ക്. പണ്ടും പലതവണ പറഞ്ഞ് ചയച്ചോളല്ലേ നീ? ഉള്ളില് മുഷിച്ചിലൊന്നും കരുതരുതേ ചന്തുവാങ്ങളെ. ചങ്കില് മുഴയില്ലാത്ത ഈ പെണ്ണിന്റെ തെറ്റ് പൊറുക്കണം. നേരാങ്ങളയ്ക്ക് ആപത്തൊന്നും വരാണ്ട് നോക്കണം. എന്റെ അപേക്ഷയാണ്. നേരാങ്ങൾ അംഗം ജയിച്ച് തിരിച്ചു വന്നാല് അന്നു മുതല് ഞാൻ ചന്തുവാങ്ങളുടെ പെണ്ണായിരുന്നോളാം. നിന്നെ കരുതിയെങ്കിലും. എന്റെ മൊഴി ചൊല്ലി ഇനി ചന്തുവാങ്ങളെ നേരാങ്ങളെ ചതിക്കില്ല നാത്തൂനെ. അംഗം ജയിച്ചു വന്നാല് ചന്തുവാങ്ങളേക്ക് പെണ്ണായി ഇരുന്നോളാന്ന് പറഞ്ഞു ഞാൻ. എന്റെ വീട്ടിൽ ആർച്ചി നീ പറയണത്? കടിഞ്ഞൂൽ ഗർഭമായിരിക്കണ നീയെ ചന്തുവാങ്ങളെ ചതിക്കുന്ന ഉറപ്പായിരുന്നു എനിക്ക്. ഞാനും നേരാങ്ങളെയും അച്ഛനോട് ആവതും പറഞ്ഞതാ. അച്ഛന്റെ നിർബന്ധം. നേരാങ്ങളേക്ക് ആപത്ത് വരണോന്ന് എന്റെ മനസ്സ് പറയണു. അഷ്ടമ വ്യാഴവും ശനിപ്പിഴയും ഒളിയമ്പ് കൊള്ളാനുള്ള യോഗം.
പണ്ട് ബാലിക്ക് പറ്റിയ പോലെ. അപ്പൊ നേരങ്ങളെ രക്ഷിക്കാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. എന്നേക്കാൾ വലുത് എന്റെ നേരങ്ങളെയാണ് നാത്തൂനെ. നാത്തൂനെ കുമരൻ പുഴയിച്ചാടിച്ചെത്താലും ചന്തുവിന് വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങള് ഈ വാക്കും പറഞ്ഞ് അങ്കം ജയിച്ചയാൾ വന്നാല് കുമരമ്പുഴ അപ്പോഴുണ്ടാവില്ലേ നാത്തൂനെ? അല്ലെങ്കിൽ പുത്തൂരം വീട്ടിലെ കട്ടിൽ തരക്കലും ആറ്റുമണമേലെ കട്ടിൽ തരക്കലും ഓരോ ചുരിക എപ്പോഴും കരുതാറുള്ളതല്ലേ ഞാൻ. പിന്നെന്താ പേടിക്കാൻ എനിക്ക്? ആങ്ങൾ അംഗം ജയിച്ചു വരട്ടെ ആദ്യം. എന്താ ചന്തു വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ വലിയൊരു ഭാണ്ഡം? ആരോമലിന് അംഗത്തോളം ഞാൻ തന്നെ പോണെന്ന് അമ്മാവിന് നിർബന്ധം. ചുരിക കടയിക്കാൻ പോവാണ്. നല്ലത് തന്നെ, മച്ചുന്നല്ലേ. കണ്ണപ്പനാവുന്നു കരുതി ഞാൻ ആദ്യം. ആരോമലാണെന്ന് അറിഞ്ഞപ്പോ എന്തോ ഇത്തവണ ഒരു അന്താളിപ്പ്. നിനക്കും ഞാൻ ചില വിദ്യകൾ ഉപദേശിച്ചിട്ടുണ്ടല്ലോ. ആ കണക്കിന് ഞാനും നിന്റെ ഗുരു അല്ലേ? അങ്ങനെയല്ലേ ചന്തു? പുത്തൂരം വീട്ടിലെ ചുരിക ഞാനും ഒന്ന് കണ്ടോട്ടെ ചന്തുവങ്ങളെ. അരിങ്ങോടരുടെ തല കൊയ്യാനുള്ള ചുരിക ഇതിലേതാണാവോ? എന്റെ തലയിറക്കാനുള്ള ചുരിക എന്റെ കളരിയില്. കാവിൽ ഭഗവതിയുടെ മനസ്സ് ഏറിയ ചതികൾ എന്നോട് ചെയ്തിട്ടുണ്ട്. പുത്തൂരം വീട്ടിലെ ആരോമലും അവന്റെ നേർവങ്ങളും. നിന്റെ അമ്മാവൻ ആർച്ചപ്പെണ്ണ് നിനക്ക് പറഞ്ഞു വെച്ച കാലത്ത് തരുവിക്കാതിരുന്നതും ആ ആരോമല്. ചതിക്ക് ചതി ചന്തുവങ്ങളെ. നിക്ക് ഭൂമിയില് ആകെ ഈ അമ്മാവ് മാത്രം. അമ്മാവന് നിങ്ങള് രക്ഷിക്കണം ചന്തുവങ്ങളെ. എന്റെ അച്ഛനെ രക്ഷിക്കാൻ ചന്തുവങ്ങളൊക്കെ കഴിയൂ. ചന്തുവങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യില്ലേ അത്? കളരിയിൽ വ്രതയിരിക്കുമ്പോ മംഗലം കഴിപ്പിക്കാൻ ശാസ്ത്രമില്ല. പക്ഷെ ചന്തു, ഈ അംഗം നീ എന്നെ ജയിപ്പിച്ചാല് എന്റെ മകളും മരുമകളും നിനക്ക് പെണ്ണുങ്ങളായിരിക്കും. ചന്തു, അത് മാത്രല്ല, കോലത്തിരി നാട്ടിലെ എണ്ണം പറഞ്ഞ തോട്ടങ്ങള്, 1000 പറയ്ക്ക് കണ്ടം, അങ്കക്കളരിയും കുറുങ്കളരി അടക്കം 7 കളരികള് ഒക്കെ നിനക്കാണ്, നിനക്ക് സ്വന്തം. അംഗം കുറിച്ച് വാങ്ങിയിരിക്കുമ്പോൾ തരുന്ന വാക്കാണിത്. അരിങ്ങോടരുടെ വാക്ക് തെറ്റില്ല. വരും ചന്തുനാരെ, നാൽക്കെട്ടകത്തേക്ക് വരും. വരും, ഇത്തിരി തണ്ണീര് കുടിക്കാം. തേനുള്ള പൂവിന്റെ നെഞ്ചം തേടുന്ന വണ്ടിന്നു മഞ്ചം കുളിരേന്തി നിൽക്കുന്ന രാവും കുടമുള്ള ചൂടും നിലാവും വീരന്നു നേദിച്ചു ഞാനിൻ വിടരുന്ന വർണ്ണക്കിനാക്കൾ. തേനുള്ള പൂവിന്റെ നെഞ്ചം തേടുന്ന വണ്ടിന്നു മഞ്ചം. കടമിഴിയിൽ കവിതയുമായി ഞാനും ഒളിയുണരും ചൊടികളുമായി നീയും കരിവളകൾ കിളിമൊഴിയിൽ പാടി കവിളിണയിൽ കലഭരണം ചൂടി കളയരുതിനി സമയം തിരുമധുരം നുകരും മതിവരെ നിൻ പ്രണയം മനമലരിൽ പകരും. തേനുള്ള പൂവിന്റെ നെഞ്ചം തേടുന്ന വണ്ടിന്നു മഞ്ചം കുളിരേന്തി നിൽക്കുന്ന രാവും കുടമുള്ള ചൂടും നിലാവും വീരന്നു നേദിച്ചു ഞാനിൻ വിടരുന്ന വർണ്ണക്കിനാക്കൾ. തേനുള്ള പൂവിന്റെ നെഞ്ചം തേടുന്ന വണ്ടിന്നു മഞ്ചം. ആരോമല് പുത്തിരിയങ്കം കുറിച്ചു. 4 ചുരുക്കുണ്ട് പെരുകുല. ഇരുമ്പാണി അഴിച്ചു മാറ്റി
മുളയാണി വെച്ച് മുറുക്കണം, ചുരുക്കിക്കണ. പൊൻകാരം ഇട്ട് വിളക്കിയാ മതി. ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്. ഈ കൊലച്ചതി വേണോ ചേകോരെ? വേണം. ഞാനാ പറയണത്, ഞാൻ മാത്രല്ല. അറിയാലോ അരിങ്ങോടരെ, ആ ചേകോനും കൂടി പറയണതാ. എന്നാലും എന്റെ കൈയോണ്ട് നിങ്ങൾ വാങ്ങ. കൊല്ലന് 16 പൊൻപണം പ്രത്യേകം. പറയണതനുസരിക്ക്. മനസ്സിലായില്ലേ? വേണ്ട അച്ഛാ, പുത്തൂരൻ വീട്ടിലെ ചേകോരെ കൊല്ലാൻ കൊടുക്കണ ഈ ചതി നമുക്ക് വേണ്ട. വേണ്ടാന്ന് എനിക്കും തോന്നുന്നുണ്ട് മോളെ. പക്ഷെ വന്നിരിക്കണത് കർത്തേനാർ നാട്ടിലെ പേരും പെരുമയും പറ്റ ചേകോര്. ചെല്ലി അയച്ചിരിക്കണത് മുന്നും പിന്നും നോക്കാത്ത അരിങ്ങോടർ ചേകോരുടെ മാളികയെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടലിൽ തല കാണില്ല മോളെ. ചെയ്തു കൊടുത്താലോ കൈ നിറയെ പണം. ജീവനും കൈ പിടിച്ചിരിക്കുമ്പോൾ തമ്പുരാക്കന്മാരുടെ വാക്കനുസരിക്കല്ലാണ്ട് നമുക്കെന്താ വഴി? എന്റെ ദൈവങ്ങളെ, അങ്കക്കരി നാഗങ്ങളെ, പുത്തൂരൻ ചേകോന് മുറിച്ചുരുകെങ്കിലും വിളങ്ങണേ. പുത്തരി അംഗത്തിന് പോയി വരട്ടെ. ഞാൻ പോയി വാ മകനെ. തുളുകുരുക്കളും കളരി പരമ്പര ദൈവങ്ങളും മുന്നിലും പിന്നിലും തുണയായിരിക്കട്ടെ നിനക്ക്. ചെന്നേടം ചെന്ന് ജയിച്ചു വാ. ദീർഘായുസ്. നിന്റെ വയറ്റിലെ കുഞ്ഞാണാണെങ്കിൽ നിന്റെ പേര് ചൊല്ലി വിളിക്കണം. അടവും തൊഴിലും പഠിപ്പിക്കണം. പുത്തൂരം വീട്ടിലെ ചേകോൻ പുത്തരി അംഗത്തിന് പോകുമ്പോ കരയരുത്. ആരും കരയരുത്. കുറുങ്ങാറ്റിടത്തിലെ വാഴുന്നോർ സ്ഥാനത്തേക്കുണ്ടായ മൂപ്പിളമ തർക്കം തീർക്കാനാണ് ഈ ആളംഗം. വേലൂരിടത്തിലെ ഉണിച്ചന്ദ്രവരുടെ ചേകവർ 7 അംഗം ജയിച്ച അരിങ്ങോടൻ. ഈഴൂരിടത്തിലെ ഉണിക്കോനായരുടെ ചേകവർ ഉത്തരി അംഗം കുറിച്ചു വന്ന പുത്തൂരം വീട്ടിലെ ആരോമൻ. ആരംഭിക്കാം.
മച്ചനാ മാറ്റച്ചുരിക എടുത്തില്ല, മറന്നു. നിന്റെ ചുരിക താജെന്തു? അതിന് നിയമമില്ല മച്ചന, എന്റെ ചുരുക്ക എനിക്ക്. മാറ്റൊക്കെ ചേകോരെ, ഞാനൊന്ന് ആയുധം എടുത്തോട്ടെ, അതിന് സമയം തരും. പുത്തൂരൻ ചേകോന്മാർക്ക് എന്തിന് ആയുധം? നോക്കി തടുത്തോ ആരോമലേ. പുത്തൂരം ചേകോനും മുറിച്ചുരികയും ആയുധം. ഒരളവ് പറഞ്ഞെറിയണമായിരിക്കോണ്ടേ, തടുക്കാൻ കേൾപ്പുണ്ടെങ്കിൽ തടുത്തോളിൻ. നിങ്ങളുടെ ചേകോൻ അംഗം ജയിച്ചു. മാറ്റങ്ക ചേകോന്റെ തല തട്ടിന്റെ മുകളില്. നിങ്ങൾ അരിയിട്ട് വായിച്ച് നടത്തിക്കോളിൻ. കുറുങ്ങാറ്റിടം വാഴുന്നോരായി ആളംഗം ജയിച്ച കീഴൂരിടത്തിൽ ഉണിക്കോനാരെ നാം പ്രഖ്യാപിക്കുന്നു. ദേഹതന്നെ ഉണ്ടല്ലോ ആരുമില്ല, എവിടെയോ മുറിഞ്ഞിട്ടുണ്ട്. എന്തു പറ്റി മോനെ? തളർന്നല്ലോ നീ? എന്തു പറ്റി നേരങ്ങളെ? ചതിച്ചു വച്ച മച്ചനും ചന്തു ചതിച്ചു. മാറ്റങ്ക ചേകന്റെ ഒരു നീട്ടിന്റെ നാഭിയിൽ തട്ടി. മനുനെല്ലിന്റെ ഓല തട്ടിയ പോലെ എള്ളോളെ മുറിഞ്ഞുള്ളൂ. പക്ഷേ ചന്തു കുത്തുവിളക്കിന്റെ തണ്ടെടുത്ത് മുറിവിൽ ആഞ്ഞു കുത്തിയച്ച. മാറ്റാന്റെ ചുരികല്ല എന്നെ വലച്ചത്, ചന്തുവിന്റെ ചതി. കച്ചമുറുക്കി കെട്ടി വന്നതാണ് ചഞ്ഞാൻ. എല്ലാം വാഴനരെ കൊണ്ട് ഓലയിൽ എഴുതിച്ചിട്ടുണ്ട്. ചുരികപ്പെട്ടിയിലുണ്ട് ചെമ്പോലെ ഒരു ചുരിക. കച്ചഴിച്ചോട്ടെ, ഞാൻ കച്ചഴിച്ചോട്ടെ അച്ഛൻ. അച്ഛ അതോലെ എന്റെ നേരാങ്ങളെ ചതിച്ചു കൊന്ന് ചന്തുവിന്റെ ചോരോണ്ടല്ലാണ്ടേ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച. ഇനി ഈ മുടി കെട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. പെൺതരി വെറുമൊരു മൺതരിയല്ല, മാറ്റാന്റെ നെഞ്ചിൻ ചോരയ്ക്കു വേണ്ടി ഉടവാളൂരിയ ചാമുണ്ടി, തീ ചാമുണ്ടി.
പടരുകയായി പ്രാണനിൽ ആച്ചതിയനുമായി പടപൊരുതാൻ നേരമായി തീയെരിയുകയായി പടരുകയായി പ്രാണനിൽ ആച്ചതിയനുമായി പടപൊരുതാൻ നേരമായി തന്നോർമ്മയിൽ നീറും തറവാട് കുത്തുവിളക്കിൻ മുനയേറ്റ പുത്തൂരം വീട് കളരി പരമ്പര ദൈവങ്ങൾ വാഴും പൊൻകൂട് തീയെരിയുകയായി പടരുകയായി പ്രാണനിൽ ആച്ചതിയനുമായി പടപൊരുതാൻ നേരമായി മെല്ലെ പാടിനാം നെഞ്ചിൻ താളത്തിൽ ഉണ്ണിക്കനവിൻ പൂവിതാ പൊന്നിൻ താളത്തിൽ തിരിയായി നീയൊരു പന്തമായി മിന്നി തെളിയേണം എത്ര പ്രാവശ്യമായി പറയണു അമ്മേ, അഴിഞ്ഞു കിടക്കണ ഈ മുടി ബുദ്ധിമുട്ടാന്ന്. ഒന്ന് കെട്ടിവെച്ചൂടാ അമ്മയ്ക്ക്. സമയായില്ലേ ഉമ്മേ, സമയായില്ല. ഞാൻ ഇറങ്ങണു. 4 ദിവസം കഴിഞ്ഞേ വരൂ. ഞാൻ ഇനി കളരിയിലേക്ക് പോവാമേ. പിന്നെ പോവാതെ? കളരി വാതിൽ അടഞ്ഞു കിടക്കണം. ഗുരുക്കളെയും ശിഷ്യന്മാരെയും കാണാനുമില്ല. പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കണ? അച്ഛനില്ലാന്ന് വെച്ച് അങ്ങനെ ഇങ്ങോട്ട് മിണ്ടാതെയും പറയാതെയും പോണോ? കാണാൻ കൊതിക്കണ ഒരാള് ഇവിടെ ഇല്ലേ? തിരി തണ്ണീര് കുടിച്ചിട്ട് പോവാലോ. എവിടെ പോയി കന്നിപ്പെണ്ണിന്റെ അച്ഛൻ? അതറിഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞില്ലേ താഴേക്കാവിലെ ഭഗവതിക്ക് പള്ളിപ്പാനെ ഇന്ന് അച്ഛന്റെ വക? എന്നോടാരും പറഞ്ഞില്ല. അച്ഛനും പറഞ്ഞില്ല, മകളും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുന്ന കരുതി മകള് പറഞ്ഞില്ല, മകള് പറഞ്ഞിട്ടുണ്ടാവുന്ന കരുതി അച്ഛനും പറഞ്ഞില്ല. പെണങ്ങണ്ട, ദാ ഇപ്പൊ പറഞ്ഞിരിക്കണു. സന്ധ്യക്ക് കാവില് വരണം. വരാം. ഗുരുക്കളാണ് ക്ഷണിച്ചതെങ്കിൽ എന്തെങ്കിലും ഒഴികഴിവ് പറയായിരുന്നു. ഈ മകള് ക്ഷണിക്കുമ്പോ അതും വയ്യല്ലോ. നിക്കുണ്ടൊരു പിണക്കം. എത്രയായി പറയണു കുതിര ഓടിക്കാൻ പഠിപ്പിക്കാന്ന്, എന്നിട്ട് ഇതുവരെ അതുണ്ടായില്ല. അതിനെ ഓടിക്കാൻ എന്തത്ര പഠിക്കാൻ? കയറഴിച്ചു വിട്ടാ അതങ്ങോട്ട് ഓടിക്കോളും. കളിയാക്കണ്ട, ഞാൻ പഠിപ്പിക്കണം. ഇന്ന് വേണ്ട. ഭഗവതിക്കാവിലെ പാനിക്ക് പോകേണ്ട ആള് അതിന്റെ പുറത്തുനിന്ന് ഉരുണ്ട് വീണാലേ എനിക്ക് വേദനിക്കും.
5-6 നാളായിട്ട് ഗുരുക്കളുടെ മോൾക്കൊരു വിഷാദം പോലെ മിണ്ടാട്ടില്ലായ. ആ വരുന്നുണ്ട് കാരണക്കാരൻ. കണ്ടൂലോ ആളെ, നീ നേരിട്ട് പറഞ്ഞോളൂ. എന്താ കാര്യം? അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുവോ? കളരി ഒരു ദിവസം ഇല്ലാണ്ടിരുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ കാത്തിരിക്കായിരുന്നു. അച്ഛൻ 4 ദിവസം പുതുശ്ശേരിയിൽ പോയി അച്ഛന്റെ കൂടെ. തമ്പുരാനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. തമ്പുരാനെ കാണാനോ അതോ അവിടുത്തെ ഏതെങ്കിലും തമ്പുരാട്ടിമാരെ കാണാനോ? ഇവിടുത്തെ ഒരു തമ്പുരാട്ടെ കണ്ടിട്ട് തന്നെ കൊതി തീർന്നില്ല. എന്നിട്ടല്ലേ ഞാനങ്ങട്ട് ആറ്റുമണമേലേക്ക് വരാൻ നിൽക്കായിരുന്നു. എന്തിനു? അച്ഛൻ പറഞ്ഞിട്ട് നമ്മളെ തമ്മിലൊന്ന് തൊടുക്കണം അച്ഛൻ. അങ്ങനെ മോഹമുണ്ടോ ഗുരുക്കൾക്ക്? ഇവിടെ ഒരാൾക്ക് മോഹമില്ലേ? ഇല്ലെങ്കിൽ വരണ്ട. കാണുമ്പോ ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിന്നാല് പിന്നെയും പോവല്ലോ പുതുശ്ശേരിയില്. പിന്നെ നോക്കിക്കോ, നാളെ പുലർച്ചയ്ക്ക് മുമ്പുണ്ടാവും ആള് അച്ഛന്റെ കളരിയുടെ മുമ്പില്. നിർത്തിൻ. അടവുകളൊക്കെ തികഞ്ഞു ആരോമല്ലേ? അഭ്യാസ കാഴ്ച ഇനി എപ്പോ വേണമെങ്കിലും നടത്താം. അഭ്യാസ കാഴ്ച കഴിഞ്ഞാൽ മംഗലം ആവാം അല്ലേ? എന്താ തിടുക്കായോ? തുളുനാട്ടിന്ന് വലിയ ഗുരുക്കള് വരട്ടുണ്ടമ്മ, അവിടുത്തെ അടവുകളും കൂടി പഠിക്കാൻ. അപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് അഭ്യാസ കാഴ്ചയുള്ളൂ? അത് പോരെ? ആ കന്നി, എന്താ കന്നി വിശേഷിച്ച്? ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. അങ്ങനെ വെറുതെ വരാറില്ലല്ലോ കേളുഗുരുക്കളുടെ മകള് ആറ്റുമണമേലിക്ക്. ആരോമലിനെ കാണാൻ അല്ലേ? എന്തെങ്കിലും ചൊല്ലി അയച്ചോ ഗുരുക്കള്? അവൻ ഏതു നേരം ആ കുതിരയുടെ കൂടെയല്ലേ? എന്തോ ഭാഗ്യത്തിന് അതിന്റെ കൂടെയല്ല ഉറക്കുന്ന മാത്രം. പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. കുതിരയും കളിപ്പിച്ചും കൊണ്ട് ചെന്ന് അന്വേഷിക്ക്. ഒന്നുമില്ല. കേറണോ ഇതിന്റെ പുറത്ത്? ചൊടിയിതളോ മധുമലരോ കതിരഴകോ കലമാനോ. ചൊടിയിതളോ മധുമലരോ കതിരഴകോ കലമാനോ. തനതും 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 തനതും
ചൊടിയിതളോ മഴവില്ലിൻ തളിരൊളി കണ്ടു എൻ നെഞ്ചിൽ മിഴിമുന കൊണ്ടു മഴവില്ലിൻ തളിരൊളി കണ്ടു എൻ നെഞ്ചിൽ മിഴിമുന കൊണ്ടു കവിളിൽ നീ ഏന്തി കനകത്തിൻ കാന്തി നീ എൻ കണ്ണിൽ ദാഹം തേടും തേങ്കനി തനതും 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 തനന ചൊടിയിതളോ മധുമലരോ കതിരഴകോ കലമാനോ തനതും 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 തനന തനതും 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 തനന ചൊടിയിതളോ സ്വരലഹരിയുമായി നീ വന്നു പ്രേമത്തിൻ മധുരിമ തന്നു സ്വരലഹരിയുമായി നീ വന്നു പ്രേമത്തിൻ മധുരിമ തന്നു ഇനി നീയും ഞാനും ഉയരൊന്നായി പാടാം നീ എൻ സ്വപ്നം വാരിപ്പുൽകും പൂങ്കൊടി തനതും 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 തനന തനതും 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 തനന ചൊടിയിതളോ മധുമലരോ കതിരഴകോ കലമാനോ ചൊടിയിതളോ മധുമലരോ കതിരഴകോ കലമാനോ തനതും 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 തനന തനതും 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 തനന ചൊടിയിതളോ കുറച്ചു നേരമായിരിക്കണം അരമുണ്ണിയെ ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നും രാവിലെ അമ്മയുടെ ഒരു വാള് പറ്റിയില്ലെങ്കിൽ സുഖാവില്ല. പോവാം. വടകര നമ്പ്യാന്മാരുടെ ഒരു കൂട്ടം നേരത്തെ പോയി എന്ന് പാഞ്ചർക്കം പറഞ്ഞു. ഇപ്പോ കാറകളി തുടങ്ങിയിട്ടുണ്ടാവും. വരുന്നുണ്ട് ആറ്റുമണമേലെ തമ്പുരാൻകുട്ടി. നാടുവാഴിയാണെന്നല്ലേ വിചാരം. കണ്ടില്ലേ വേഷവും ഭാവവും കുതിരപ്പുറത്തുള്ള വരവും. വരട്ടെ, ഇന്നിത്തിരി കളി പഠിപ്പിക്കണോനെ. പുത്തൂരൻ ചേകോന്റെ മരുമോനെ. നീ കുറച്ചു ദിവസത്തേക്ക് കുതിരപ്പുറത്ത് കയറുതവൻ. അതെങ്ങനെയാ? കാറമണി കൊണ്ട് മുട്ടിനൊരേറ് എറിഞ്ഞാപ്പോരാ, അടിച്ചു തെറിപ്പിക്ക്. നല്ല ശരിക്കു കൊള്ളൂ. വായോ ആരോമണ്ണി, ഇത്തിരി കാറ് കളിക്കാം. ഇല്ല, ഞാൻ വെറുതെ കാണാൻ വന്നതാ. കാറമണി തായോ. എന്റെ കാലിലാ കൊണ്ടത് കാറമണി. അവൻ വേണമെന്ന് വെച്ചാ അടിച്ചതാ, വിട്ടുകൊടുക്കരുത്. കാറമണി തരാൻ വേണമെങ്കിൽ വന്നെടുത്തോ.
കേൾക്കേണ്ടത്. പായാരം പറയാതെ വാചക്ക ആരോ മുന്നി ഒറ്റയ്ക്ക് മതി നിങ്ങളോടൊക്കെ. നിന്റെ അമ്മാവനെ കൊന്നവനോട് മൊഴി ചോദിച്ചു ആദ്യം, എന്നിട്ട് മതി ഇവരോട് മീമെടുക്ക് കാണിക്കല്. ആറ്റുമണമേലെ കുഞ്ഞിരാമന്റെ മോനാണോ നീ? തന്നെ 18 കളരിക്ക് ഗുരുക്കളായ കുഞ്ഞിരാമൻ ചായവരുടെ മകൻ. 18 കളരിക്കാശാന്റെ മകൻ, അടവും തൊഴിലും അറിയാത്ത പീറച്ചക്കൻ. ഇല്ലാ വചനം പറയരുത്. 18 അടവും തുളുനാടൻ ചിട്ടകളും പഠിച്ചവനാ ഈ ആരോ മുണ്ണി. സംശയമുള്ളവർക്ക് പരീക്ഷിക്കാം. 18 അടവും തുളി ചിട്ടേ. അമ്മാവനെ ചതിച്ചു എന്നവനോട് മൊഴി ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല നിനക്ക്. എന്നിട്ടാ ഈ കാറപ്പിള്ളേരോട് വീരസ്യം കാട്ടണ്. എന്റെ അമ്മാവനെയോ? അല്ലാതെ പിന്നെ ഞങ്ങൾ വടകര നമ്പ്യാന്മാരുടെ അമ്മാവനെ. നിങ്ങൾക്കറിയാമെങ്കിൽ ചൊല്ലിൻ, ആരാണ് എന്റെ അമ്മാവനെ ചതിച്ചു കൊന്നത്? ഞങ്ങൾ എന്തിനു ചൊല്ലണം? പോയി നിന്റെ അമ്മയോട് ചോദിക്കേ. കോലത്തിരി നാട്ടിലെ 40 അടി കളരിയില് ഇപ്പോഴും വിലസുണ്ടല്ലോ അവൻ. അവനും 18 കളരിക്ക് ആശാൻ. ചെന്ന് മൊഴി ചോദിച്ചു വാ. എന്തേ ഇപ്പൊ നീ ഇങ്ങനെ ചോദിക്കാൻ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നോട്? ഏറിയ മാനിപ്പക്കേട് കേട്ടു ഞാൻ കാറപ്പറമ്പില്. നിനക്ക് നേരം അവൻ ഒന്നേ ഉള്ളൂ മോനെ, എന്റെ നേരനുജൻ. ഇന്നും അവൻ പുതുശ്ശേരിയിൽ പയറ്റിന് പോയിരിക്കണു. കളിമൊഴി പറയണ്ട. കോലത്തിരി നാട്ടിലെ 40 അടി കളരിയില് ഇപ്പോഴും വിലസണ ആ ചതിയെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. പറയിൻ. എന്നോട് നേര് പറഞ്ഞില്ലെങ്കില് കളരി പരമ്പര ദൈവങ്ങളാണ്, അങ്കക്കരി നാഗങ്ങളാണ്. പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച് നിലവറയിലെ കേമൻ ചുരിയെ കിരയാവും ഞാൻ. മാനം കെട്ടി ജീവിക്കണതിനേക്കാൾ ഭേദം മാനത്തോടെ മരിക്കണതാണമ്മേ. പറയിൻ, ആരാണ് അമ്മ അവനെ ചതിച്ചു കൊന്നത്? പറയാം മോനെ. നീ ചോദിച്ചില്ലേ ഈ അമ്മ എന്താ മുടി കെട്ടി വെക്കാത്തെന്ന്? അതൊരു സത്യത്തിന്റെ കഥ. നിന്നെ കണ്ട് കൊതി തീർന്നില്ല എനിക്ക്, അതുകൊണ്ട് പറഞ്ഞില്ല ഇതുവരെ. പറഞ്ഞിരുന്നെങ്കില് കാറപ്പറമ്പിൽ വെച്ച് ഇത്രയും മാനിപ്പക്കേട് തലയിൽ കെട്ടിവെക്കേണ്ടി വരില്ലായിരുന്നല്ലോ എനിക്ക്. ഇനിയെങ്കിലും പറയുന്നമ്മേ. നീ പറയാണ്ട വയ്യല്ലോ ഉണ്ണി. പറയാം. പുത്തൂരം വീട്ടിലെ നിലവറയിൽ കിടന്ന് വിറയ്ക്കണ ചെമ്പോലയുടെയും മുറിച്ചുരുകിയുടെയും ചോരക്കറ പുരണ്ട ആ കച്ചയുടെയും കഥ. കഴിഞ്ഞ 22 കൊല്ലായിട്ട് നിന്റെ പ്രാണനിൽ ഉമിത്തി പോലെ നീറിക്കിടക്കണ ആ കൊടും ചതിയുടെ കഥ. ഉറങ്ങിക്കിടന്ന് നിന്റെ നേരമ്മാവന് കുത്തുവിളക്കിന്റെ മുന കൊണ്ട് കുത്തിക്കൊന്ന് ആ ചതിയൻ ചന്തുവിന്റെ കഥ. ഇവിടെയാണ് മുളയാണി വെച്ച് പൊൻകാരിട്ട് വിളക്കിച്ചത്. അമ്മാവന്റെ ചോര. കൊടും ചതിയുടെ കഥ കാറപ്പിള്ളേര് പറഞ്ഞു തരേണ്ടി വന്നു ആരോ മുന്നിയോട്. നിങ്ങൾ ആരും ഒരക്ഷരം പറഞ്ഞില്ല. കഷ്ടം. നിങ്ങളുടെ മുത്തശ്ശൻ വിലക്കി ഒന്നും ആരോടും പറയരുതെന്ന്. ഇനി മുത്തച്ഛനും കഴിയില്ല അമ്മായി സത്യം മൂടി വെക്കാൻ. പുത്തൂരം മുറ്റത്ത് നിന്ന് തൊടുക്കാൻ എനിക്കും ഇതുവരെ കിട്ടിയില്ലല്ലോ അവസരം. വാ കണ്ണപ്പുണ്ണി. പുത്തൂരം വീടിന്റെ പടകാളി മുറ്റത്ത് താരിയും ചുരുകയും ഇളക്കാൻ ധൈര്യം കാണിച്ചവരാര്? ഓ, നീയോ? ആ,
അങ്കച്ചമയത്തിന്റെയും ഈ ചുവന്ന കുറിയുടെയും അർത്ഥം? എന്റെ മോൻ പോയതിനു ശേഷം ഞാൻ തീർപ്പ് പറഞ്ഞതല്ലേ, നീ പുത്തൂരം വീട്ടിൽ നിന്ന് ആരും അംഗത്തിന് പോവില്ല എന്ന്. ആ അമ്മാവനെ ചതിച്ചു കൊന്നവനോട് ഉചിതം ചോദിക്കാതെ ഈ മരുമകന് തലനീർത്തി നടക്കാനാവില്ലല്ലോ മുത്തച്ഛ. നിന്റെ ശബ്ദവും ബാക്കിയല്ലേ അച്ഛ? ഒരു മൊഴി ഇനിയും ചോദിക്കാനുണ്ടല്ലോ. മൊഴി ചോദിക്കാനോ? ഈ ചെറുബാലന്മാരോ? അതും ചതിയൻ ചന്തുവിനോട്? ഇവർക്കതിനായോ? നീ സമ്മതിച്ചോ മകളെ? 500 300 കൂടിയടുത്തുനിന്ന് നാണം കെട്ട് മടങ്ങേണ്ടി വന്നപ്പോ അമ്മയെല്ലാം പറഞ്ഞു. എത്ര അടവുകൾ പയറ്റും നീ ഉണ്ണി? 18 അടവും തുളുക്കോലുകളും പയറ്റും മുത്തച്ഛ. അത്രയും അടവുകൾ ചന്തുവും പയറ്റും. പോരാത്തേന് അരിങ്ങോടരുടെ കളരിയിലെ കള്ളക്കോലുകളും. ആവട്ടെ മുത്തച്ഛ, അതും കാണട്ടെ ഞാൻ. വേണ്ട മകനെ, നിന്റെ അമ്മാവനെ അവൻ മൊഴി കൂടാതെ കൊന്നു. നിങ്ങളെ മൊഴിയോടെ കൊല്ലും. അതും പറഞ്ഞു അമ്മ. നേരിട്ട് വെട്ടി മരിച്ചാല് വീരാളിപ്പട്ട വിധാനത്തോടെ ആർത്ത് വിളിച്ചെടുപ്പിക്കാന്ന്. ഒളിവാള് കൊണ്ടാണ് മരിച്ചതെങ്കില് പച്ചോലയിൽ കെട്ടി വലിപ്പിക്കുന്നു. എന്റെ അച്ഛനെ ചതിച്ചു കൊന്നവരോട് മൊഴി ചോദിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ലല്ലോ എന്നോട്. പോയി ആരോ മുന്നിൽ പോകുമ്പോ ഞാനും പോവും കൂടെ. മുത്തശ്ശൻ അനുകൂലിക്കണം. എന്നാലും ഈ ചെറിയ കുട്ടികള്. മുത്തച്ഛന്റെ അനുകൂലവും കളരി പരമ്പര ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു പോരും മുത്തച്ഛ. നേരങ്ങൾക്ക് പോലും കൊടുത്തിട്ടില്ലാത്ത ഒരടവും കൂടി ഇല്ലേ അച്ഛന്റെ കയ്യില്? 19ാമത്തെ അടവ്. നിക്ക് മാത്രം സ്വകാര്യമായി വെച്ച അടവ്. നിപ്പോ എനിക്കെന്തിനാ? നിങ്ങൾക്കാ വേണ്ടത് മക്കളെ. വരി, ശ്രദ്ധിച്ച് ഗ്രഹിച്ചോളേൻ. അവന്റെ തല കൊയ്യുമ്പോ പറയണം, മുത്തച്ഛൻ അനുഗ്രഹിച്ചത് നടവാതെന്ന്. എന്നെയാണ് അവൻ ചതിച്ചത്. സ്നേഹിച്ചു വളർത്തി എന്നെ. ആരാ? എന്തു വേണം? നിങ്ങളോട് പറയാനുള്ളതല്ല, മാറൻ. അങ്ങനെ ചൊല്ലാതെ ചോദിക്കാതെ വരാൻ. ഇത് തണ്ണീർപ്പന്തലല്ല, ചന്തുചേകോരുടെ മാളിക. അത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. മാറാൻ. അറിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ ചോദിച്ചതിന് ഉത്തരം പറയും. ആരാ? എന്താ കാര്യം? ചന്തുചേകവരെ കാണാൻ. ഇങ്ങോട്ടിരിക്കും. ആചാരത്തിനും ഉപചാരത്തിനും വന്നവരല്ല ഞങ്ങള്. വന്ന കാര്യം നേരിട്ട് പറയണം. എന്താ കുഞ്ഞിലേ, ആരാ ഇവര്? ചോദിച്ചിട്ടാരാന്ന് പറയണില്ല. 18 കളരിക്ക് ആശാനായ ചന്തുചേകവരെ കാണുന്നത് എന്തിനെന്ന് പറയും. നിങ്ങളോട് പറയാനുള്ളതല്ല, മാറി നിൽക്കും. ചന്തുചേകവരെ ഇപ്പൊ കാണാൻ പറ്റില്ല. ഒരു പൂജ നടക്കുക. ഇവൻ പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവരുടെ മകൻ കണ്ണപ്പനുണ്ണി. ഞാൻ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമുണ്ണി. എന്റെ അമ്മാവനെ ചതിച്ചു കൊന്ന ചന്തുവിന്റെ തലയിറക്കാൻ വന്നത് തന്നെ. വിളിക്കാണേ. വാതിൽ തുറക്ക് ചന്തു, വാതിൽ തുറക്കാൻ. തെക്കുന്നോ വടക്കുന്നോ ആരെങ്കിലും വന്നാല് വാതിലടച്ചിരിക്കണത് ചേകോന്മാർക്ക് ചേർന്നല്ല. തുറന്നില്ലെങ്കില് ചവിട്ടിപ്പൊളിക്കാൻ ഒരുങ്ങിയാണ് വന്നിരിക്കണത് ഞങ്ങൾ. നീയാണോ ചന്തു? 18 കളരിക്ക് ആശാനായ എന്നെ പേരെടുത്ത് വിളിച്ചിട്ടില്ല ആരും ഇതുവരെ. എന്നാ കേട്ടോളൂ. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമുണ്ണി നിന്നെ വിളിക്കുന്നു ചതിയൻ ചന്തുന്ന്. ഇത് പറഞ്ഞോളൂ. എന്റെ അമ്മാവനെ ചതിച്ചു കൊന്നതിന് മൊഴി ചോദിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. അറിയാം, എന്നെങ്കിലും നിങ്ങൾ വരും എനിക്കറിയാം. നേർച്ചക്കോഴിയുടെ ആയുസ്സും വെച്ച് പുളക്കില്ലേ പുത്തൂരം വീട്ടിലെ ബാല്യക്കാരുടെ ചോര. ചതിയൻ എന്ന വാക്ക് ആദ്യം കേൾക്കണതല്ല ഈ ചന്തു. നിന്റെ അമ്മ എന്നെ ചതിച്ചപ്പോഴൊക്കെ വിളിച്ചത് അതായിരുന്നു ചതിയൻ ചന്തു. നിന്റെ അമ്മാവന്റെ നാവിൽ നിന്ന് 1000 പ്രാവശ്യം കേട്ടതുമാണ് ഞാനത്. ഊരഴിക്കകത്ത് ഉറങ്ങിക്കിടന്ന എന്റെ അമ്മാവനെ കുത്തുവിളക്കിന്റെ തണ്ടുകൊണ്ട് കുത്തിക്കൊന്ന നിന്നെ പിന്നെ എന്ത് വിളിക്കണം? അതെ, കൊന്നു ഞാൻ. കുത്തുവിളക്കിന്റെ തണ്ടുകൊണ്ട് കുത്തിക്കൊന്നു. നേരാങ്ങൾ അംഗം ജയിച്ചു വന്നാല് നിന്റെ പെണ്ണായിരുന്നോളാന്ന് കൊഞ്ചി പറഞ്ഞോളാ നിന്റെ അമ്മ. ആ വാക്കിന്റെ ചൂടാറും മുമ്പ് നേർനാത്തൂനോടൊരു മൊഴി. ചന്തുവിനെ വേൾക്കേണ്ടി വന്നാല് കുമരൻ പുഴയിൽ ചാടി ചാവുന്ന്.
മോഹിപ്പിച്ച് വഞ്ചിച്ചവളാണവൾ ആർച്ച. നിന്റെ കുന്നോളം മോഹങ്ങൾക്ക് വില പറഞ്ഞവൻ നിന്റെ അമ്മാവൻ. എല്ലാം വിധി എന്ന് കരുതി സഹിച്ചോളാൻ പറഞ്ഞത് നിന്റെ മുത്തച്ഛൻ. എല്ലാരും ചതിച്ചുനെ. ചതിക്ക് ചതി ഞാനും ചെയ്തു. നുണ പറഞ്ഞ് ഞങ്ങളെയും ചതിക്കാൻ നോക്കണ്ട ചന്തു. നീ പറയണ നുണകളുടെ ചരിത്രം കേൾക്കാനല്ല വന്നതും. പുത്തൂരും മരുമകൻ ചന്തുവിനെ കുറിച്ച് ഏറെ കഥകൾ ഞങ്ങളും കേട്ടിരിക്കണു. അമ്മയും മുത്തച്ഛനും പറഞ്ഞു തന്നതല്ല. നാടായ നാട്ടിലൊക്കെ വേലന്മാരും അരയന്മാരും കാറപ്പിള്ളേരും പാഞ്ചർക്കന്മാരും പറഞ്ഞു നടക്കുന്ന കഥകള്. കളരിയിൽ കള്ളക്കോല് മാത്രം നീട്ടണ ചതിയൻ ചന്തുവിന്റെ കഥ. പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവിലും ഈറന്മാറിന അറകളിലും എത്തി നോക്കണ പെൺമോഹി ചന്തുവിന്റെ കഥ. അമ്മാവന്റെ വാത്സല്യം മുതലെടുത്ത് പുത്തൂരൻ കളരിയുടെ അവകാശം ചോദിച്ച ധനമോഹി ചന്തുവിന്റെ കഥ. വാക്കുകൊണ്ട് തൊടുത്ത് മടക്കാൻ നോക്കണ്ട ഞങ്ങളെ. ആണാണെങ്കിൽ ആയുധമെടുക്ക്. മൊഴി കൂടാതെ അമ്മാവനെ കൊന്ന നീ മൊഴിയോടെ ഞങ്ങളോട് എതിർക്ക്. പിള്ളരെ, അങ്കച്ചുവടിലും ആയുധബലത്തിലും അഭ്യാസമുറയിലും ഈ ചന്തുവിനെ ജയിക്കാൻ കറുത്തേനാർ നാട്ടിലോ കോലത്തിരി നാട്ടിലോ തുളുനാട്ടിലോ ആരും ജനിച്ചിട്ടില്ല. പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങളുടെ മുത്തച്ഛൻ, എന്റെ അമ്മാവൻ, പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകോർ. വേണ്ട, മരുമക്കളെ കൊന്നുള്ള പേരുദോഷം വേണ്ട ഈ ചന്തുവിന്. പോയിക്കോ. നിങ്ങളെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല എനിക്ക്. നിങ്ങളോട് പകയില്ല. പോയിൻ. ചന്തു, കുത്തുവിളക്കല്ല ഞങ്ങളുടെ ആയുധം. ഉറക്കത്തിൽ ചതിച്ചു കൊല്ലാനല്ല വന്നതും. ചേകവന്മാർക്ക് ചേർന്ന കേമൻ ചുരുകയും കൊണ്ട് നേരിട്ട് വെട്ടി മൊഴി ചോദിക്കാൻ വാ. ചന്തുവിന്റെ കൈ കൊണ്ടാണ് നിങ്ങൾക്കും ചാവ യോഗം എന്ന് വെച്ചാല് വരീൻ. ഞാൻ പറഞ്ഞതല്ലേ, ആയുധബലത്തിലും അഭ്യാസമുറയിലും ഈ ചന്തുവിനെ ജയിക്കാൻ ആരും ജനിച്ചിട്ടില്ലെന്ന്. എന്നാൽ ഇതാ മുത്തച്ഛൻ അനുഗ്രഹിച്ചു തന്ന 19ാമത്തെ അടവ്. തടുക്കാമെങ്കിൽ തടുക്ക്.